നാം വായിച്ചത് എബ്രായർക്കെഴുതിയ ലേഖനത്തിലെ ഒരനുപമമായ വചനമാണ്. റോമർക്കെഴുതിയ ലേഖനമെന്നും കൊരിന്ത്യർക്കെഴുതിയ ലേഖനമെന്നും ഫിലിപ്പിയർക്കെഴുതിയ ലേഖനമെന്നും ഒക്കെ വായിക്കും പോലെ വായിച്ചെടുക്കേണ്ട ഒന്നല്ല എബ്രായർക്കെഴുതിയ ലേഖനം. മുമ്പ് പറഞ്ഞ ലേഖനങ്ങളൊക്കെ ഒരു സ്ഥലകാല പരിധിക്കുള്ളിലുള്ള പ്രാദേശിക സഭകൾക്ക് എഴുതിയത് ആണെങ്കിൽ ഇത് ഒരു ജനതയ്ക്ക്, ഒരു ദേശീയതയ്ക്ക്, ഒരു ഭാഷ സംസാരിക്കുന്ന സമൂഹത്തിന് എഴുതിയതാണ്. മലയാളികൾക്ക്, ഹിന്ദിക്കാർക്ക് എന്നൊക്കെ പറയും പോലെ എബ്രായർക്ക് എഴുതിയ ലേഖനം. എബ്രായർ ആ പദം നിഷ്പാദിച്ചിട്ടുള്ളത് ഇബ്രീദ് എന്നൊരു പദത്തിൽ നിന്നാണ്. ഇബ്രീദ് എന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്നാ ഭാഷ സംസാരിക്കുന്നവർ, രണ്ട് മറുകര കടന്ന് വന്നവർ, നദിക്കപ്പുറത്തുള്ള ആളുകൾ. ഈ പേരുകൾ ഒരു സമൂഹത്തിന് ലഭിക്കുന്നത് അവരിഷ്ടപ്പെടുന്നത് കൊണ്ടല്ല. അവരെ വിലയിരുത്തുന്ന ചരിത്രകാരന്മാരും സമൂഹവുമാണ് ഒരു പേരൊരു ജനതയ്ക്ക് നൽകുന്നത്. ഇന്ത്യക്കാരായ നമുക്ക് ഇന്ത്യൻസ് എന്ന് പേര് വിളിക്കുന്നത് നമ്മളാരുമല്ല. ആ പദം ഇറാനിയനാണ്. ഇറാനിയൻ ഭൂപ്രദേശത്തു നിന്ന് രൂപപ്പെട്ടതാണ്. അവർ നമ്മളെ സിന്ധു നദിയുടെ മറുകരയിൽ ജീവിച്ച ആളുകൾ എന്ന അർത്ഥത്തിൽ വിളിച്ചൊരു പേരുണ്ട്, ഹൊദ്ദൂസ് എന്നായിരുന്നു. ഹൊദ്ദൂസ്. ഇത് ചരിത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ഹെറോഡോട്ടസ് ഉച്ചരിച്ചത് ഇൻഡൂസ് എന്നൊക്കെയായിരുന്നു. ഇൻഡൂസ് എന്ന് വിളിച്ചത് ഉച്ചരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഉച്ചാരണ വൈകല്യം കൊണ്ട് ഇന്ത്യയിലെ ഭരണാധികാരിയായിരുന്ന വാറൻ ഹേസ്റ്റിങ്സ് നമ്മളെ വിളിച്ചത് ജണ്ടൂസ് എന്നായിരുന്നു. ഉച്ചരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതെല്ലാം വൈദേശികമാണ് ഈ പേരുകൾ. ഞാനൊരു ആമുഖം ഇന്നൊന്ന് പറയേണ്ടതുണ്ട്. ഇറാൻ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു സ്ഥലമാണ്. ഇന്ന് നമ്മൾ ഇറാൻ എന്ന് വിളിക്കുന്ന ആ സ്ഥലത്തിൻ്റെ പണ്ടത്തെ പേര് പേർഷ്യ എന്നായിരുന്നു. പാർസികൾ അവിടുത്തുകാരാണ്. ഈ പാർസി മതം ഒരു ഏകദൈവത്തെക്കുറിച്ച് പറയുന്ന ജനതയാണ്. നമ്മെപ്പോലെ തന്നെ ഒരു ഏകദൈവമുണ്ട് പാർസികൾക്ക്. ഈ ഏകദൈവ ബോധം മുൻനിർത്തിക്കൊണ്ട് പാർസികൾ അവരുടെ ദൈവത്തെ വിളിച്ചത് അഹൂര മസ്ദ എന്നായിരുന്നു. ചുരുക്കപ്പേരായിരുന്നു അഹുര. പേർഷ്യൻ ഭാഷയ്ക്ക് ഒരു പ്രശ്നം, സ എന്ന് ഉച്ചരിക്കാനുള്ളൊരു ശബ്ദം അവിടെ ഇല്ല. ആ അഹുര ഇന്ത്യക്കാർ അസുര എന്ന് വിളിച്ചു. അവരുടെ ദേവനെ ഇന്ത്യക്കാർ വിളിച്ചതാണ് അസുര. അസുര എന്ന് വിളിക്കുന്ന ആ ഗോഡിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. പാർസികൾ പൊതുവെ ഈ ദൈവത്തെയും വെളിച്ചത്തിൻ്റെ ദേവനായി കണ്ടു. എന്നാൽ ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ, വളരെ പണ്ട് ഏതാണ്ടൊരു ക്രിസ്തുവിനൊരു 1500 കൊല്ലങ്ങൾക്ക് മുമ്പ്, നമ്മുടെ കർത്താവിനും 1500 കൊല്ലം മുമ്പ്, ഈ ഭൂപ്രദേശത്തൊക്കെ വ്യാപിച്ചു കിടന്ന യഹൂദന്മാരുടെ ഒരു ഛിന്നഭിന്നമായ സമൂഹമുണ്ടായിരുന്നു. അവർ നാടോടികളായിരുന്നു. കേരളത്തിൽ എന്നതുപോലെ പണ്ട് കേരളത്തിൽ വന്നതൊക്കെ ആലയത്തകർച്ചയോട് ബന്ധപ്പെട്ടാണെങ്കിൽ അതിനു മുന്നമേ തന്നെ ജൂതന്മാർ ചിതറുന്ന മനുഷ്യരായിരുന്നു, നൊമാഡിക്കുകളായിരുന്നു. ഇറാനിൽ വന്ന ഈ ആളുകൾ അവിടെ മറ്റൊരു കൂട്ടരെ കണ്ടു. അത് പാർസികളാണ്. ആ
ആ പാർസികളോട് അവർക്ക് കലഹമില്ല. കാരണം പാർസികൾ വെളിച്ചത്തിൻ്റെ ദേവൻ എന്ന നിലയിൽ അഹൂരമസ്തയെ വിശ്വസിച്ചു, അഹൂരമസ്തയെ പ്രകീർത്തിച്ചു. ബിംബാരാധനകളില്ല, കുറെയൊക്കെ ജൂതന് പൊരുത്തപ്പെട്ടു പോകാവുന്ന വിശ്വാസം. ആ വിശ്വാസ സംഹിത നിലനിൽക്കവേ അവർ മറ്റൊരു ഗ്രൂപ്പിനെ പരിചയപ്പെട്ടു. അവര് അങ്ങനെ ആയിരുന്നില്ല. ഈ രണ്ടു കൂട്ടർക്കുമിടയിൽ മൂന്നാമതായി വന്ന മറ്റൊരു കൂട്ടം നാടോടികൾ, അഹൂരമസ്തയുടെ ചിന്തകൾ കുറേശ്ശെ, ജൂതമത ചിന്തകൾ കുറേശ്ശെ, അവർ സ്ഥലകാലങ്ങളിലൂടെ സഞ്ചരിച്ചു വന്നപ്പോഴൊക്കെ കിട്ടിയ ആധ്യാത്മികതകൾ കുറേ വിളക്കി ചേർത്ത് ഒരു സങ്കര വിശ്വാസത്തിന് രൂപം കൊടുത്തു. അത് ഏകദൈവബോധമോ, അതിനെ നിഷേധിക്കില്ല, ബഹുദൈവവാദമോ അതുമായിക്കൊള്ളാം, എന്തിനേയും സ്വീകരിക്കുന്ന വിശാലത അവർ കൊണ്ടുവരികയും പ്രകൃതിയെ വന്ദിക്കുകയും ആ പ്രകൃതി വന്ദനം ഒരല്പം അതിരുകടന്നിട്ട് മൃഗജാലങ്ങളെ വന്ദിക്കുകയും ആ മൃഗജാല വന്ദനം ഒരതിര് കടന്നിട്ട് ഈ ജീവജാലങ്ങൾ പെറ്റുപെരുകേണ്ടതാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ സ്വകാര്യ അവയവങ്ങളെപ്പോലും ആരാധനയ്ക്ക് വേണ്ടി കണ്ടു അത്തരം രൂപങ്ങൾ സൃഷ്ടിച്ചു. ഇതിന് ഒരു പേര് പറയും, ഊർവരതാ പൂജ, ഫെർട്ടിലിറ്റി കൾട്ട്. ഈ കൾട്ടും ശക്തിപ്പെട്ടു. പക്ഷേ അതിലേക്ക് ജൂതന്മാരെ ബോധപൂർവം പെടുത്താൻ ശ്രമിച്ചപ്പോൾ ശക്തമായ സംഘട്ടനമുണ്ടായി. ഈ സംഘട്ടനങ്ങൾക്കൊടുവിൽ മേൽക്കൈ നേടിയത് ജൂതന്മാരായിരുന്നു. ജൂതന്മാർ ബുദ്ധിശക്തി കൊണ്ട് ആ സങ്കര സമ്മിശ്ര വിഭാഗത്തെ ചെറുത്തു. അവർ രണ്ടു വഴിക്ക് പിരിഞ്ഞു. ഒരു കൂട്ടരെത്തിയത് ജർമ്മനിയിലായിരുന്നു, ഒരു കൂട്ടരെത്തിയത് നമ്മുടെ ഇന്ത്യയിലുമായിരുന്നു. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? മനസ്സിലാക്കാൻ ഒരല്പം കൂടെ ഉണ്ട്, പറയാം. അത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കിടക്കുന്നതാണ് നല്ലത്. സന്തോഷമാണോ? ഇനി അടുത്തത് ഈ 1856 നമ്മുടെ ഇന്നത്തെ പഞ്ചാബിൻ്റെ ഭാഗമായിട്ടുള്ള പഴയ പഞ്ചാബ്, അതായത് പാകിസ്ഥാൻ്റെ ഭാഗം, അതിപ്പോൾ അവിടെ ലാഹോർ അറിയുമല്ലോ. ലാഹോറിൽ നിന്നും മുൾട്ടാൻ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശത്തേക്ക് ഒരു റെയിൽവേ പണിയുവാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തീരുമാനിച്ചു. ആ റെയിൽവേയുടെ പണിക്ക് വേണ്ടി ആളുകളെ കൊണ്ടുവന്നു. ഈ ലാഹോർ മുതൽ മുൾട്ടാൻ വരെ തീവണ്ടിപ്പാത ഒരുക്കുന്ന ഘട്ടത്തിൽ അവർ ചില കാഴ്ചകൾ കണ്ടു. ഏതാണ്ട് 3 ഇഞ്ച് പൊക്കവും 11 ഇഞ്ച് നീളവും 11 ഇഞ്ച് വീതിയും 20 ഇഞ്ച് നീളവുമുള്ള ചിലതരം കട്ടകൾ, ചുട്ടെടുത്ത കട്ടകൾ. ഈ കട്ടകൾ ഉപയോഗിച്ചുകൊണ്ട് റെയിൽപാളത്തിൻ്റെ അടിത്തറ നിർമ്മിച്ച് 1-2 കിലോമീറ്ററല്ല, 194 കിലോമീറ്റർ ദൂരം റെയിൽവേ പണിയുവാനുള്ള കല്ലുകൾ കിട്ടി അവർക്ക്. കരാറുകാരന് സന്തോഷം. അയാൾ ഇതേപ്പറ്റി ഗൗരവത്തിലൊന്നും പഠിച്ചില്ല. എന്നാൽ 1920 ഇന്ത്യയിലെത്തിയ ജോൺ മാർഷൽ എന്നൊരു സായിപ്പ് ഈ കട്ടകളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി, ലാഹോറിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി, കട്ടകൾ കിട്ടിയ സ്ഥലങ്ങളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അതുവരെ ലോകം ഇന്ത്യയെപ്പറ്റി കരുതിയത് ഇരുണ്ട മണ്ഡലമായിരുന്നെന്നും ഏറ്റവും അപരിഷ്കൃതരുടെ നാടായിരുന്നെന്നും ലോകത്തിലെ മഹത്തര സംസ്കാരം അങ്ങ് പണ്ട് മെസപ്പൊട്ടേമിയയിൽ ആരംഭിച്ചതാണെന്നും ഈജിപ്തുകാരുടേത് നല്ലതാണെന്നും ചൈനീസ് സംസ്കാരം നാഗരികത കരുത്തുറ്റതാണെന്നും ഇന്ത്യ പ്രാകൃതമായ ഒരിടമാണെന്നും ധരിച്ചവരെ അമ്പരപ്പിച്ചുകൊണ്ട് അവർ കണ്ടെത്തി ചില കാഴ്ചകൾ.
മനോഹരമായി പണി കഴിപ്പിച്ച നിരവധി രമ്യകർമ്മങ്ങളുടെ അവശിഷ്ടങ്ങൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ, ധാന്യപ്പുരകൾ, ധാരാളം ആളുകൾക്ക് വന്നിരുന്ന് പഠിക്കാൻ പാകത്തിനുള്ള കലാശാലകളുടെ അവശിഷ്ടങ്ങൾ, അങ്ങനെ തേടിച്ചെന്ന് അവർ കണ്ടെത്തിയൊരു സുപ്രധാന സ്ഥലത്തിൻ്റെ പേര് കുട്ടികൾക്കറിയാം, മോഹൻജദാരോ. ആ മോഹൻജദാരോ എന്ന വാക്കിൻ്റെ അർത്ഥം ശവക്കുന്നുകളുടെ നാട്, ശവക്കൊട്ടയുടെ നാട്. ശരിയായിരുന്നു. ശവകുടീരങ്ങൾ തുറന്നപ്പോൾ കണ്ടെത്തിയത് മൺകുടത്തിൽ മനുഷ്യനെ അടക്കുന്ന ഒരുതരം പ്രാകൃത ലോകത്തിലെ സവിശേഷതയുള്ള ശവസംസ്കാര രീതികൾ. അവിടെ നിന്നും മനുഷ്യൻ ഇണക്കി വളർത്തിയ നിരവധി മൃഗജാലങ്ങളുടെ അവശിഷ്ടങ്ങളും കണ്ടു. കാളകൾ, പശുക്കൾ, പോത്ത്, ഇതിൻ്റെ എല്ലാം ശരീരാവശിഷ്ടങ്ങൾ മനുഷ്യൻ്റേത് കൂടാതെ കണ്ടു. പക്ഷേ മാർഷലും സംഘവും എത്ര പരതി കിട്ടും, കിട്ടാതെ പോയ ഒരു മൃഗമുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് കാണേണ്ടതാ. നിങ്ങൾക്കറിയാം, കുതിരയാണ്. ചുരുക്കത്തിൽ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് എഴുതാം, ഇൻഡസ് വാലിയിൽ കിട്ടാതെ പോയ സുപ്രധാനമായ മൃഗം, അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഇണക്കി വളർത്താത്ത മൃഗം കുതിര. എന്തിനാ പറഞ്ഞെന്നാണോ? ഇതുമായിട്ട് എന്താ ബന്ധമെന്നാണ്. ബന്ധമുണ്ട്. 2-3 മിനിറ്റ് കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ ബന്ധം മനസ്സിലാവും. ഏറ്റവും അടുത്ത കാലത്ത് തമിഴ്നാട്ടിൽ വൈഗ എന്നൊരു നദിയുണ്ട്. ആ നദി മധുരയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ, ആ നദീതടത്തിനരികിൽ കീഴടി എന്നൊരു സ്ഥലമുണ്ട്. ആ കീഴടിയിൽ ഒരു തെങ്ങിൻ തോപ്പുണ്ടായിരുന്നു. ഒരു കള്ളൻ തേങ്ങ ഇടാൻ മോഷ്ടിക്കാൻ വന്ന ഇവനെ ആളുകൾ ഓടിച്ചു. ഇവൻ ആ തെങ്ങിൻ തോപ്പിൽ എങ്ങോട്ടോ മറയുന്നത് കണ്ടു. പിന്നാലെ ചെന്ന ആളുകൾ ഇവനൊരു കുഴിയിൽ ഇറങ്ങുന്നത് വരെ കണ്ടു, പിന്നെ കാണുന്നില്ല. പിന്നാലെ ചെന്ന ആളുകൾ അമ്പരപ്പിക്കുന്നൊരു കാഴ്ച കണ്ടു. ഈ കുഴി താഴേക്ക് ഇറങ്ങുന്നൊരു പടികെട്ട, ഇതിൻ്റെ അടിയിൽ പടുകൂറ്റൻ കൊട്ടാരങ്ങൾ, മുമ്പ് പറഞ്ഞതുപോലെയുള്ള കട്ടകൾ. ആ കട്ടകളിൽ ചിലതരം ആശയങ്ങൾ എഴുതിയിട്ടിരിക്കുന്നു, വായിക്കാൻ പറ്റുന്നില്ല. ഇത് വായിച്ചർത്ഥം കണ്ടെത്തുന്നവർക്ക് കോടിക്കണക്കിന് ഇന്ത്യൻ റുപ്പിയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഓഫർ ചെയ്തത്. ഭാഷാപരമുള്ളവരൊക്കെ ഒന്ന് പരീക്ഷിക്കുന്ന നല്ലതാണ്. നമ്മുടെ വലിയ ബുദ്ധിമുട്ടൊക്കെ മാറും. വായിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാഴ്ച കണ്ടു. ഇൻഡസ് വാലിയിലെ കട്ടകളിൽ കണ്ട ആലേഖന വിദ്യയോട് അതിന് യോജിപ്പുണ്ട്. കുറേ കൂടി എടുത്തു പറഞ്ഞാൽ അതിന് തമിഴിനോടും മലയാളത്തോടും അക്ഷരവടിവ് കൊണ്ട് സാമ്യമുണ്ട്. ഇനി നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയാം. ഇവിടെ എങ്ങും ഹിന്ദി ലിപിയില്ല, സംസ്കൃത ലിപിയുള്ള ഉള്ള ലിപി തമിഴിനോടും മലയാളത്തോടുമൊക്കെ ചേർന്ന് നിൽക്കുന്നതാണ്. എന്തൊക്കെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. ഇനി അടുത്തതും കൂടെ വന്ന് നമുക്ക് ഉടൻ ക്ലോസ് ചെയ്യാം. അടുത്ത ഘട്ടം, ഈ കിട്ടിയ സാമ്പിളുകൾ പരിശോധിച്ചു. കൃത്യത വരാൻ ഇറ്റലിക്കും അമേരിക്കയ്ക്കും അയച്ചു. കാലപ്പഴക്കം നിർണ്ണയിക്കാൻ കാർബൺ 14 ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് റിപ്പോർട്ട് വന്നു. ഇത് ക്രിസ്തുവിന് 800 കൊല്ലം മുമ്പെങ്കിലും പഴക്കമുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇടപെട്ടിട്ട് പറഞ്ഞു, ഇതങ്ങ് നിർത്ത്. എന്തിനാ നിർത്തേണ്ടതെന്ന് അറിയണ്ടേ? നിർത്തേണ്ടത് ഇനി ഇതുമായി മുമ്പോട്ട് പോകണമെങ്കിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണം. നമുക്കിത് AD 300 ചുരുക്കണം. അതിന് നേതൃത്വം കൊടുത്ത പ്രൊഫസർ സ്വാമിനാഥൻ പറഞ്ഞു നടപ്പില്ല. സ്വാമിനാഥനെ സ്ഥലം മാറ്റി. നമ്മളെപ്പോലുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് കേസിന് പോയി. ഹൈക്കോടതിയുടെ വിധി വന്നു, അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യണം, ഗവേഷണം തുടരണം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്ന് എടുത്തു മാറ്റി തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യണം. ഈ റിപ്പോർട്ടൊക്കെ ഒന്ന് പുറത്തു വരട്ടെ.
ഈ നാട്ടിൽ കേട്ടുകൊണ്ടിരുന്ന പല കഥകളും കെട്ടുകഥകളാണെന്നും മനസ്സിലായോ ദൈവമക്കൾക്ക്? കാര്യം പിടികിട്ടിയോ? ആരാണ് വന്നവർ, ആരാണ് നിന്നവർ, ആരാണ് പോകേണ്ടവരെന്നൊക്കെ ചരിത്രം പറയും. ഇതാ ജൂതൻ്റെ ലോകമെമ്പാടുമുള്ള അത്തരം ചിതറലുകളുടെ ചരിത്രത്തിൽ അത്ര ശ്രദ്ധിക്കപ്പെടാത്ത ഒരടര് എബ്രാലേഖനത്തിൽ കിടക്കുന്നു. ഇതിനാണ് ഈ ആമുഖം ഞാൻ ഇത്രയും വിസ്തൃതമായി പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ജൂതന് ഈ സുവിശേഷം കേട്ടാൽ അതിനോട് പ്രതികരിക്കേണ്ടവനായിരുന്നു. കാരണം അവൻ അനുഭവ സമ്പന്നനാ, അവൻ ചിതറിപ്പോയവനാ, പോയിടത്തൊക്കെ പ്രതിസന്ധി നേരിട്ടവനാ. എപ്പോഴും സുവിശേഷത്തോട് ഹൃദയം തുറന്ന് പ്രതികരിക്കുന്നത് പ്രശ്നങ്ങളുള്ളവരാ. ആ ജീവൽ പ്രശ്നങ്ങളിൽ അതിനെ ഒന്ന് നേരിടുവാൻ വേണ്ടി ഒരു കരുത്ത് കിട്ടുവാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന മറുപടി ആ സുവിശേഷം. വേദനിക്കുന്നവന് കിട്ടുന്ന, ചിന്താക്കുഴപ്പമുള്ളവന് കിട്ടുന്ന, ആശങ്കപ്പെടുന്നവന് കിട്ടുന്ന, ഹൃദയവ്യഥയുള്ളവന് കിട്ടുന്ന സ്വർഗീയമായ മറുപടിയുടെ പേരാ സുവിശേഷം. കാരണം ആ സുവിശേഷത്തിൽ യാതൊരുവനും വേണ്ട സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, ആശ്വാസമുണ്ട്. നൂറായിരം ചോദ്യങ്ങളെ മുഴുവൻ ഒറ്റ വാക്കിൽ അത് തണുപ്പിച്ചു തരും. 100,000 പ്രശ്നങ്ങളെ മുഴുവൻ ഒറ്റ സന്ദേശം കൊണ്ട് അത് നിർജീവമാക്കി തരും. ഇന്ന് രാത്രിയും ആ സുവിശേഷ സന്ദേശവും അതിൻ്റെ ഉള്ളടക്കവും ഉയർത്തിക്കാട്ടിക്കൊണ്ട് അതിൻ്റെ കാതലായ സന്ദേശത്തിൻ്റെ സംക്ഷിപ്തം ഞങ്ങൾ ഒരേ സ്വരത്തിൽ ആവർത്തിക്കുന്നു. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്ക് ഇതുവരെയും വിഷയത്തിലേക്ക് വന്നില്ലല്ലേ? വരാം. ഈ ചിതറിപ്പോയ ജൂതന്മാർ ഒത്തുചേരലിനെ ആഗ്രഹിക്കും. കാരണം മക്കളേറെയുണ്ട് അവർക്ക്. ഏതൊക്കെ വഴിക്ക് പോയി എന്നറിയില്ല. ടെലികമ്മ്യൂണിക്കേഷന് സൗകര്യമില്ല. കപ്പലുകളിൽ കൊണ്ടു കൊടുക്കുന്ന കത്തുണ്ടതി, അന്നും തപാലൊക്കെ ഉണ്ട്. അഞ്ചലോട്ടക്കാർ കൊണ്ടു കൊടുക്കുന്നൊക്കെ വായിച്ചല്ലോ. അങ്ങോട്ട് പോകുന്നൊരു കപ്പൽ, തിരികെ ഒരു കപ്പൽ ഈ വഴി വരുമെങ്കിൽ ഈ തപാലൊക്കെ അതിൽ കയറ്റി 3, 4, 5, 8 മാസം കൊണ്ട് കിട്ടും. അഞ്ചലോട്ടക്കാർ അത് കൊണ്ട് തന്നെങ്കിലായി. ഇങ്ങനെ മക്കൾ ഏത് വഴിക്ക് പോയി എന്നറിയാതെ നിരിപ്പുകയുന്ന അപ്പനമ്മമാർ, അപ്പനും അമ്മ എവിടെയെന്നറിയാത്ത മക്കൾ, ആശങ്കാകുലമായ ഇത്തരമൊരു ജീവൽ പശ്ചാത്തലത്തിൽ ഇതാ ജൂതന്മാരിൽ ഒരു സമൂഹം യെരൂശലേമിൽ, അല്ലെങ്കിൽ പാലസ്തീനിൽ, ഒരു സമൂഹം ഇന്ത്യയിൽ, മറ്റൊരു കൂട്ടർ യൂറോപ്പിൽ. എണ്ണത്തിൽ ചുരുക്കമെങ്കിലും അവർ ചിതറി നാടിൻ്റെ നാനാഭാഗത്തു കഴിയുമ്പോൾ ഇതാ ഇതുവരെ അവർ കേൾക്കാത്തൊരു പുത്തൻ സന്ദേശം പാലസ്തീനിൽ രൂപപ്പെട്ടിരിക്കുന്നു. അന്നും ഒരു അടിമകളാ, റോമൻ സർവാധിപത്യത്തിന് കീഴില. അവർ പ്രതീക്ഷിച്ച് ഇന്നും കാത്തിരിപ്പുണ്ട് ഈ അവസ്ഥയൊക്കെ മാറി സ്വസ്ഥത കിട്ടുന്നൊരു കാലം വരുമെന്ന്. അടിമത്വവും അതിൻ്റെ വേദനകളും ഒക്കെ പേറിക്കഴിയുന്ന ആ ജനത്തിന് അനവധി നാളുകൾക്കപ്പുറത്ത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പ്രചരിച്ചു. ആ നാട്ടിലെങ്ങും യേശു തലങ്ങും വിലങ്ങും നടന്നു. ആയിരങ്ങളെ സൗഖ്യമാക്കി. അത്ഭുതങ്ങളുടെ, അടയാളങ്ങളുടെ, വീരപ്രവൃത്തികളുടെ വഴിത്താരകളുടെ സഞ്ചരിച്ചു. പക്ഷേ എവിടെയോ രൂപപ്പെട്ട ഒരു കഠിന ഹൃദയം സത്യസന്ധമായ ആത്മീയാനുഭവങ്ങളിലേക്ക് നയിക്കാൻ ഇടകൊടുക്കാതെ അവരെ വഴി തടഞ്ഞു. ഞാൻ ഇന്ന് വരും വഴിക്കൊക്കെ ഓർത്തൊരു കാര്യം, ആത്മപ്രവൃത്തിക്കിടം കൊടുക്കാതെ യാതൊരുവൻ വചനത്തോട് സമീപിക്കുന്നു. ഒരു പരിധി വിട്ടുള്ള പ്രകാശനം ആ ഹൃദയത്തിൽ ലഭിക്കില്ല. ഒരു എക്സാമ്പിൾ, ഒരാൾ പറയുക അന്യഭാഷയും കൃപാവരങ്ങളും ഒക്കെ തീർന്നു, അത് നിലച്ചു. ഈ മുൻവിധി സെറ്റ് ചെയ്തിട്ടൊരുവൻ തിരുവചനം പഠിക്കാനിരുന്നാൽ അയാൾ പണ്ഡിതനൊക്കെ ആകും. പക്ഷേ ഈ ചാല്, ഈ ഉറവ പിന്നെ അവൻ്റെ മുമ്പിൽ തുറക്കില്ല. കാരണം നിർബന്ധപുരസരം അവൻ സൃഷ്ടിച്ചെടുത്ത ഒരു പ്രതിരോധമുണ്ട്. ആ മറയെ മറികടക്കേണ്ട ബാധ്യത അവന് തന്നെയാണ്. വിളിക്കുന്ന പ്രിയപ്പെട്ടവരിൽ സ്നാനപ്പെടേണ്ടതെന്ത്, എങ്ങനെ, എന്തിന്?
അതിനെക്കുറിച്ച് കൃത്യമായ അവബോധം കിട്ടിയിട്ടും ആവശ്യമില്ല എന്ന് ശടിക്കുന്ന 100,000 ശബ്ദങ്ങൾ കേട്ടിട്ട് അങ്ങോട്ട് ഹൃദയം മാറ്റിവെച്ച ഒരു കാഠിന്യം രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മറ തകർത്തുകൊണ്ട് സ്വയം രക്ഷപ്പെടേണ്ട ഒരു ബാധ്യത അവനുണ്ട്. കാരണം അവൻ സൃഷ്ടിച്ചതാണ് ആ ബന്ധനം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ആദരനായ നമ്മുടെ മാർപ്പാപ്പ വളരെ കൃത്യമായൊരു ദൈവശാസ്ത്ര വിഷയം ചർച്ച ചെയ്തു. നമ്മളെല്ലാം പ്രതീക്ഷയോടെ അതിനെ നോക്കിക്കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ? അദ്ദേഹം പറഞ്ഞത് നമ്മൾ പറയുന്ന അതേ കാര്യങ്ങളാണ്. 80%, 20% വ്യത്യസ്തതയുണ്ട്. വിശുദ്ധ മറിയം ആരാ? എങ്ങനെയാണ് ഭക്തൻ അവരെ കാണേണ്ടത്? ഒരു ക്രിസ്തു അനുഗാമി എങ്ങനെയായിരിക്കണം വിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടുണ്ടാകേണ്ടത്? ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനമോ പ്രാർത്ഥനയോ, ദൈവത്തിന് കൊടുക്കുന്ന പരിഗണനയോ, ദൈവമാതാവെന്നോ സ്വർഗാരോപിതയോ ഈ വിശേഷണങ്ങൾ അർഹിക്കുന്നുവോ എന്ന ചോദ്യത്തിന് അവസാന ഉത്തരം പറഞ്ഞിട്ടും നമ്മൾ കേൾക്കുന്നുണ്ടാ? പോപ്പ് പുതുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ പണ്ടേ ചെയ്തു വന്ന കാര്യം നമുക്ക് അനായാസന തുടരണം, ഒരമാന്തം അതിൽ വിചാരിക്കരുത് എന്ന് പഠിപ്പിച്ചത് വിശ്വസിച്ചു പോയാൽ പിന്നെ ഈ വചനം പിടിതരില്ല. നിങ്ങൾക്ക് ഈ കഠിന ഹൃദയത്തോട് വിട പറയണം. നമുക്കൊന്ന് സ്വതന്ത്രരാകണം. യേശു ചെയ്ത പ്രവൃത്തി കണ്ടിട്ട് വിശ്വസിക്കാത്ത കഠിന ഹൃദയരേറെ ഉണ്ടായിട്ടും നമ്മൾ നോക്കുമ്പോൾ അപ്പോസ്തലർ ദുർബലരാ. 10-12 പേരേ ഉള്ളൂ. ഒരു 70 ശിഷ്യന്മാരപ്പുറത്തുണ്ട്. യേശുവിനെ അനുഗമിക്കാൻ വരുന്ന ഈ കരുത്ത് കുറഞ്ഞ സമൂഹത്തെ കണ്ടിട്ട് ഈ പ്രസ്ഥാനം താമസം വിനാ പൊളിയും. ആരെയും കുഴപ്പമില്ലെന്നേ. ഞാനതിന് ആലങ്കാരികമായി പറയാറുണ്ട്. നമ്മുടെ മാനുഷികമായ ദൃഷ്ടിയിൽ ഒരനവസരത്തില കർത്താവായ യേശുക്രിസ്തു അവരെ വിട്ട് പിരിയുന്നു. ഒരു പാസ്റ്റർ അനവസരത്തിൽ സ്ഥലം മാറിയ സഭയിലെ കാര്യങ്ങൾ ഓടിക്കാൻ പ്രയാസമാണ്. അതൊരു സത്യമാണ്. വലിയ പാടാ. അതിനൊരു അവസരം കൊണ്ട് മാറാൻ. അല്ലെങ്കിൽ ഡിസോർഡർ ആവും. പുതിയൊരാൾക്ക് വന്ന് അത് അറേഞ്ച് ചെയ്ത് പോകാൻ പ്രയാസമാണ്. യേശു മാറുന്ന അതിലും വല്ലാത്തൊരവസ്ഥയിലാണ്. ഇതാ ട്രഷറർ ഒറ്റിക്കൊടുത്തു. അവൻ ആത്മഹത്യക്ക് വേണ്ടി പോയി. പത്രോസ് തള്ളിപ്പറഞ്ഞു. ഒത്തുകൂടി ഇരിക്കാനൊരു സ്ഥലമില്ല, ഹെഡ് ക്വാർട്ടറില്ല, ലെറ്റർ ഹെഡും സീലും ഇല്ല, ഒരു ഓർഗനൈസേഷൻ്റെ യാതൊരു സ്വഭാവവും ഇല്ല. ഈ സമയം നോക്കി കർത്താവ് പറയുക, നാഴിക വന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നാഴിക നമ്മുടെ കണക്കൂട്ടലിൻ്റെ അപ്പുറത്താണ്. അത് തിരിച്ചറിയുന്നിടത്താണ് നമ്മിലെ ദൈവകൃപയുടെ വ്യാപനം. സാഹചര്യം നോക്കി നമ്മൾ വിലയിരുത്തുമ്പോൾ ദൈവത്തിൻ്റെ സമയം സുപ്രധാനമാണ് എന്ന് തിരിച്ചറിയാനുള്ള ഹൃദയത്തിൻ്റെ വിശാലത ഭക്തൻ്റെ മാത്രം അനുഗ്രഹമാണ്. അതുകൊണ്ട് ചില അന്തരീക്ഷങ്ങൾ കാണുമ്പോഴേ നമ്മളൊക്കെ മടുപ്പുളവാകുന്ന അനുഭവം വരും. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെയല്ല. ജൂതൻ ഉൾക്കൊള്ളാതെ വന്നപ്പോൾ ഈ സാധുക്കളിൽ കുറേ പേർ ഉൾക്കൊണ്ടു. പക്ഷെ അടുത്ത ഘട്ടം ഗംഭീരമായിരുന്നു. യേശു അക്ഷരാർത്ഥത്തിൽ കൂടുള്ളതിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒരനുഭവം ദൈവവരുടെ മുമ്പിൽ വെച്ചു. കർത്താവ് പ്രസംഗിച്ചിട്ട് അടുക്കാത്ത ആളുകൾ ആയിരക്കണക്കിന് ഒറ്റക്കട്ടത്തിൽ തന്നെ 3000 പേര് നമ്മുടെ കർത്താവിനോട് ചേർന്നുകൊണ്ട് വിപ്ലവാത്മകമായ ഒരു കൊയ്ത്ത് സംഭവിക്കുക. അവിടെ വലിയൊരു ജനാവലി കരുത്ത് കാട്ടി ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് വന്നു. അവരിൽ മുമ്പ് പറഞ്ഞ പോലെ ചിതറിപ്പോയവർ, പലയിടങ്ങളിൽ പോയ അനുഭവസമ്പന്നര്, ഇവരുടെ ഒരു ന്യൂനപക്ഷം അവിടെ കൂടി. അപ്പോസ്തലന്മാരെ അവർ ഉറപ്പിച്ചത് 1-2 കാര്യങ്ങൾ പറഞ്ഞ സുവിശേഷത്തിൻ്റെ ഒരു റിയാലിറ്റി അവരോട് പറഞ്ഞു. ആ റിയാലിറ്റി പറഞ്ഞ ഞങ്ങൾ തുടരുന്നത്. കർത്താവിനെ അനുഗമിക്കാൻ ഒരുവൻ ഇറങ്ങുന്നതോടെ പ്രശ്നങ്ങൾ മാറുന്നു, പ്രയാസങ്ങൾ മാറുന്നു, രോഗം മാറുന്നു, ദുഃഖം മാറുന്നു എന്നല്ല പറഞ്ഞത്. ചിലതരം പ്രശ്നങ്ങൾക്ക് സാധ്യത ഏറെയാ. എൻ്റെ നാമം നിമിത്തം പലരും നിങ്ങളെ പകയ്ക്കും, ഒറ്റപ്പെട്ടു പോകും. ഇത് നമുക്ക് 2 കാലമാണ്. ഞാനിങ്ങോട്ട് ഇറങ്ങും മുമ്പ് ബ്ലോക്കിലെയും ഗ്രാമപഞ്ചായത്തിലെയും സ്ഥാനാർത്ഥിമാർ വീട്ടിൽ വന്നു. അവരോടൊക്കെ സംസാരിച്ചിട്ടായി വരുന്നത്. ഇവരെല്ലാം പറയുന്നത് നല്ല വാഗ്ദാനമാണ്. അവരതൊക്കെ ചെയ്യുന്നവരും കേട്ടോ, അല്ലെന്നൊന്നും അല്ലല്ലേ. പിന്നെ ഈ റോഡും ഈ ലോകമൊക്കെ ഇങ്ങനെ ഇരിക്കുകയല്ലോ.
ആരും ഒന്നും ചെയ്യുന്നില്ലെന്ന് ധരിക്കണ്ട. എല്ലാ പാർട്ടിക്കാരും അവരുടേതായ കോൺട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വഴിയിലൂടെയൊക്കെ വന്നത്. നമ്മൾ സൃഷ്ടിച്ചല്ല ഇതൊന്നും. ഒത്തിരി നമ്മുടെ പൊളിറ്റീഷ്യന്മാരുടെ ഒക്കെ ഒത്തിരി സേവനമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഒത്തിരി സഹായങ്ങൾ കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത്. പഞ്ചായത്തിൻ്റെ ഒക്കെയാണ് ശരിയത്. ഇവരെല്ലാം നമ്മളെ ചേർത്തുകൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് നല്ല നല്ല വാഗ്ദാനങ്ങൾ പറഞ്ഞ ചിലതൊക്കെ നടത്താം, ചിലതൊന്നും പറ്റില്ല. പക്ഷേ എൻ്റെ കൂടെ വന്ന കണ്ണീരും കഷ്ടപ്പാടും വേദനയുമൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അണികളെ ചേർത്ത് ഒരു നേതാവേ ലോകത്തുള്ളൂ. കഷ്ടമുണ്ടെന്ന് പറഞ്ഞത് ഒറ്റ നേതാവേ ഉള്ളൂ. എന്നിട്ട് ഇത് കണ്ടപ്പോഴേ ആൾക്ക് മനസ്സിലായി, കഷ്ടമുള്ള മാർഗത്തിൽ ആര് കൂടാനാ, മരണമുള്ള മാർഗത്തിൽ ആര് കൂടാനാ, പീഡിപ്പിക്കപ്പെടുന്ന മാർഗത്തിലെ വീട്ടുകാർ പോലും എതിരാകുന്ന മാർഗത്തിൽ ആര് കൂടാനാ എന്ന് ചിന്തിച്ചവരെ അമ്പരപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി യേശു ആരംഭിച്ച ഈ മഹൽ പ്രസ്ഥാനം നിലനിന്നതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവിടുത്തെ വാഗ്ദത്തങ്ങൾ റിയലാ. ഹല്ലേലൂയ. അങ്ങനെ ഒറ്റപ്പെട്ട് ഇറങ്ങിയവർക്കും മനസ്സിലായി, ആ ഒറ്റപ്പെടൽ ഒരു നഷ്ടമല്ല, ആ വേദന ഒരു നഷ്ടമല്ല, ആ ഏകാന്തത ഒരു നഷ്ടമല്ല. ആർക്കും വിവരിക്കാനാവാത്ത ഒരു സുഖം അനിർവചനീയമായി അതിൽ അന്തർലീനമാക്കിയിട്ട നമുക്കൊരു കഷ്ടത ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ, നിരാശയും ഭാരങ്ങളും വെച്ചിട്ടുണ്ടെങ്കിൽ, വിവരിക്കാനാവാത്ത അനിർവചനീയമായ ആ സുഖത്തിൻ്റെ വഴിയിലൂടെ ആ ഭക്തൻ്റെ ക്രിസ്തീയ ജീവിതം ഓരോ ഘട്ടത്തിലും പുരോഗതി കൈവരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് നമ്മൾ ആ ആഴങ്ങൾ തേടുന്ന മറ്റൊരളവില്ല. അത് പറയുമ്പോൾ പരിഹരിക്കരുത്. നമ്മൾ സ്ഥിരം കേട്ട് അല്ലെ, ഞാൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ 100 പരിഭവങ്ങളുണ്ട്. എന്താ പറയുന്നത്? ഒരു സഭയിൽ വന്ന ഒരു സന്തോഷമില്ല, കൺവെൻഷനുകളിൽ സന്ദേശങ്ങളുടെ ആവർത്തനം, പാട്ടിലൊരു ചൈതന്യമില്ല. പണ്ടാണെങ്കിൽ ആരാധന മകത്തരമായിരുന്നു, പാട്ടുകാരുടെ പാട്ട് തുടങ്ങുമ്പോഴേ സന്തോഷമായിരുന്നു. ഈ പണ്ട് 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 എന്ന് പറഞ്ഞാൽ നമ്മളിരിക്കുന്നത്. ഞാൻ പഴയൊരു കുമ്പനാട് കൺവെൻഷൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് കണ്ടു, ജീവനുള്ള കാലത്തോളം എന്നുള്ള പാട്ട് പാടുന്നു. അങ്ങനെ ഒരു കാലം തരണേ എന്നൊക്കെ ആൾ എഴുതിയിരിക്കുക താഴെ. പക്ഷെ അന്നും ഗുഡ് ന്യൂസ് വിമർശനമുണ്ട് ആ കാലത്തെപ്പറ്റി, ആ കാലത്തെപ്പറ്റിയും വിമർശനമുണ്ട്, ആ പാട്ടിനെപ്പറ്റിയും ആരാധനയെപ്പറ്റിയും വിമർശനമുണ്ട്, പാണ്ടിടുന്നതിനെ പറ്റി വിമർശനമുണ്ട്, ഷർട്ടിടുന്നതിനെ പറ്റി വിമർശനമുണ്ട്. അതെല്ലാം അന്നും തുടർന്നിരുന്നു. അപ്പോൾ എന്താ നമ്മൾ ഈ പഴമകളിൽ തേടിയെന്ന് അറിയണ്ടേ? സ്വയം എനിക്കെൻ്റെ കുറവുകൾ മറച്ചു വെക്കാൻ ഞാൻ നിങ്ങളെ കുറ്റാരോപിതനാക്കിയേ പറ്റൂ. മനസ്സിലായില്ല? പറഞ്ഞുതരാം, ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. പണ്ടാണി സഭയിൽ അന്യഭാഷ മാത്രമല്ല, കൂടെ വ്യാഖ്യാനമുണ്ട്, പ്രവചനമുണ്ട്, കൃപാവരങ്ങളുണ്ട്. ചിലൊക്കെ പറയാറുണ്ട്, ഞാൻ സഭയിലേക്ക് ഫാസ്റ്റിംഗ് പ്രവർ വെക്കുക, ഒരു നല്ല ശുശ്രൂഷയുള്ള ആളെ വേണം. ഇത് കിട്ടാതെ വരുമ്പോൾ ശകാരിക്കുക. പ്രതീക്ഷയോടെ അദ്ദേഹത്തെ വിളിച്ചത് ഒന്നും പ്രത്യേകിച്ചുണ്ടായില്ല. ഇതിന്ന് ദേവദാസന്മാർ സ്ഥിരം പറയുന്ന, വിശ്വാസി സ്ഥിരം പറയുന്നൊരു കാര്യമാണ്. ഈ പ്രതീക്ഷയോടെ ആ സെൻട്രൽ ഭാഷ വിളിച്ച് അദ്ദേഹത്തിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല, കൺവെൻഷൻ പ്രസംഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല, അതിഥിയിൽ നിന്നൊന്നും കിട്ടിയില്ല. അതിഥി എന്താണെന്ന് പറഞ്ഞെന്നറിയണ്ടേ? നിങ്ങളുടെ വന്ന് ശുശ്രൂഷിച്ചിട്ട് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റുന്നില്ല, അടഞ്ഞിരിക്കുക, കെട്ടപ്പെട്ടിരിക്കുക ചർച്ച്. ഇവിടെ ആകെ പ്രശ്നമാണ്. അല്ല, ഞാൻ ചോദിച്ചത് ഈ വ്യാഖ്യാനം, ഈ കൃപാവരങ്ങൾ ആര് തരുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചേ? ഞാൻ നിങ്ങൾ തരുമെന്നോർത്താ ഇവിടെ വന്നേ, നിങ്ങൾ ഞാൻ തരുമെന്നോർത്താ ഇവിടെ വന്നേ. മനസ്സിലായോ? പാസ് ഇതെല്ലാം ഞാൻ തരുമെന്ന് ഓർത്തിരുന്നു. ഞാനൊരുത്ത് പാസിനെ കണ്ടിട്ട് വേണം എനിക്കൊന്ന് ചാർജ് ആകാൻ, നിങ്ങളെ കണ്ടിട്ട് വേണം എനിക്കൊന്ന് ശക്തിപ്പെടാൻ. നിങ്ങൾ കാത്തിരിക്കുന്നത് ഞാൻ വന്നിട്ട് വേണം ശരിയാകാൻ. ബഹുമാനപ്പെട്ട ഇടിയുബാബു പാസിനെ കണ്ടിട്ട് വേണം എനിക്കൊന്ന് ശക്തിപ്പെടാൻ. ഇതൊക്കെയാണ് ഞങ്ങളെപ്പോലെല്ലാം വിളിക്കുന്ന. ഇങ്ങനെ ഇന്ന് വരെ ഇതിലെവിടെയോ ഒരളവ് കുറവ് എൻ്റെ ആണെന്ന് തിരിച്ചറിയാൻ, എനിക്കെന്തുകൊണ്ട് വ്യാഖ്യാനമില്ലെന്ന് തിരിച്ചറിയാൻ, എനിക്കെന്തുകൊണ്ട് പ്രവചനമില്ലെന്ന് തിരിച്ചറിയാൻ, എനിക്കെന്തുകൊണ്ട് ആത്മനിറവിൻ്റെ ഒരാശയം വരുന്നില്ലെന്ന് തിരിച്ചറിയാൻ
ഒരന്വേഷണം നടത്തിയിട്ട് എത്ര നാളായി? മനസ്സിലായില്ല? ഇതിന് വേണം ഇന്ന് രാത്രി ഉപയോഗിക്കപ്പെടാൻ. നമുക്ക് അങ്ങനൊന്ന് പരിശോധിക്കാം. ഞാൻ ഹൃദയം തുറന്നൊന്ന് പാടിയിട്ടേ. പുതിയ പാട്ടൊക്കെ എഴുതുമ്പോൾ നമ്മളും വിമർശിക്കും, അല്ലേ? എനിക്കെന്തായിരുന്നു ജോലി? അതിനെ ചെറുതാക്കാൻ ഒരു വഴിയുള്ളന്നേ. പാട്ടിന് ചൈതന്യമില്ലെങ്കിൽ അത് നിഷ്പ്രഭമാക്കാനൊരു വഴിയുണ്ട്. അതിലും കരുത്തുറ്റത് നാം കൊണ്ടുവന്നാൽ മതി. നമ്മുടെ നാട്ടിൽ ടൈപ്പ് റൈറ്റിംഗ് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടർ വന്നപ്പോൾ തന്നെ അങ്ങ് പോയി. ടൈപ്പ് റൈറ്റർ പോകാൻ ഒറ്റ വഴിയുള്ളൂ, കമ്പ്യൂട്ടറൈസ് ചെയ്യണം. ഒറ്റ വഴി. ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ നശിക്കാൻ നമ്മുടെ മുമ്പിൽ ഒറ്റ വഴിയുള്ളൂ, ഒറിജിനലിനെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സന്നദ്ധതയ്ക്ക് കാത്തിരിക്കണം. ആ കാത്തിരിപ്പിൻ്റെ പേരാ ഉണർവ്. ആ കാത്തിരിപ്പിൽ നമ്മെ ഉണർവിലേക്ക് നയിക്കുന്ന ആദ്യത്തെ ഘടകം കൺവെർഷനാണ്, ഏറ്റുപറച്ചിലാണ്. ആ ഏറ്റുപറച്ചിലില്ലാതെ നാം പുറമേ ചികിത്സിക്കുമ്പോൾ അകത്തൊരു മുറിവ് രൂപപ്പെട്ടിട്ടുണ്ട്. അകത്ത് രൂപപ്പെട്ട മുറിവ് അങ്ങനെ നിൽക്കട്ടെ, പുറമേ എനിക്ക് ചികിത്സിക്കണം എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ അന്തരാത്മാവിൽ സുഖപ്പെടേണ്ട ചില മുറിവുകൾ ഇരുന്നിരുന്ന് മറ്റൊരു രോഗമായി വീർപ്പ് മുട്ടിക്കുമ്പോൾ നമുക്കിന്ന് അതിനോട് വിട പറയണം. ഒന്ന് ശുദ്ധരായി തിരിച്ചു വരണം. വലിയൊരു ദൈവപ്രവൃത്തിയുടെ ആ വലിയ വെളിപ്പെടലിൻ്റെ സമയം അതിക്രമിച്ചിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ. ഒക്കെ അങ്ങോട്ടൊന്ന് പോകണം. സന്തോഷമാണോ? നമ്മളൊക്കെ അതെങ്ങനെ നികത്തുന്നേ? ഞാനും പാട്ടുകാരും പ്രസംഗരും എല്ലാം നികത്തുന്നത് എങ്ങനെയാ? ഒരു ശബ്ദത്തിൽ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താ. പാട്ടുകാരും പ്രസംഗരും ഒക്കെ ക്ഷമിക്കണം. നമ്മൾ പലപ്പോഴും ഈ ആരാധനയോടൊക്കെ ബന്ധപ്പെട്ട് ഈ കമൻട്രി പറയുന്നൊരു ഏർപ്പാടാണോ ഇത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഈ കമൻട്രി എന്ന് പറഞ്ഞാൽ ഈ വള്ളംകളിയുടെ കമൻട്രി നമ്മൾ ആദ്യം കേട്ടു തുടങ്ങുന്നു. പഴയ ആളുകൾ നല്ല ആരാധിച്ച് ജനമെല്ലാം സന്തോഷത്തോടെ ആരാധിക്കുമ്പോൾ വർഷിപ്പ് ലീഡറും പ്രസംഗനും ഒക്കെ പറയുന്നത് എന്താ? വലിയ ദൈവപ്രവൃത്തിയുടെ വ്യാപരിക്കുകയാണ്, ചില കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതന്നെയല്ലേ മറ്റൊരും പറയുന്നത്? പായ്പാട് ചുണ്ടൻ ദേവറസിനെ പിന്തള്ളി ഇഞ്ചോടിഞ്ച് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതന്നെ അവരും പറയുന്നത് കമൻട്രി, വ്യാഖ്യാനം. എനിക്ക് ഇൻവോൾവ്ഡ് ആകാൻ പറ്റുന്നില്ല, എനിക്കിതിൻ്റെ പാർട്ടാകാൻ പറ്റുന്നില്ല. ഇതിനകത്തേക്ക് കടക്കാൻ കഴിയാതെ വണ്ണം എന്നെ തടയുന്ന, നിങ്ങളെ തടയുന്ന ഒരു ഇരുട്ടിനെ വെട്ടിമാറ്റി അകത്ത് കടക്കാനുള്ളൊരു ഉൾവിളി, ഒരാത്മദാഹം, അത് ഹൃദയത്തിൽ നിന്ന് രൂപപ്പെട്ടു വരട്ടെ. എനിക്കിതിൻ്റെ ഭാഗമാകണം, എനിക്കിതിൻ്റെ കാഴ്ചക്കാരനായിക്കൂടാ, അതിലെനിക്ക് സന്തോഷമില്ല, എനിക്കിതിൻ്റെ ഭാഗമാകണം, എനിക്കിതിൻ്റെ ഒപ്പം നിൽക്കണം, എനിക്കതിൻ്റെ ഒപ്പം നടക്കണം. ആ കുറവ് എനിക്ക് എന്നിലൂടെ കണ്ടുപിടിക്കണം, എനിക്ക് എന്നെ തന്നെ തിരുത്തണം. ഈ ഒരാഗ്രഹം ഹൃദയത്തിൽ വന്നിട്ട് നാളെത്രായി. സ്തോത്രം. അങ്ങനെ ചെറിയൊരു സമൂഹം കർത്താവിനോട് കൂടി. അപ്പോൾ ഒന്ന് ഉറപ്പാക്കിയോ, കൂടിയത് കർത്താവിൻ്റെ കൂടെ ആണെങ്കിൽ സമൂഹം എത്ര ചെറുതായിരുന്നാലും ശക്തിക്ക് ഒരു കുറവും വരികയില്ല, ദൈവപ്രവൃത്തിക്ക് ഒരു കുറവും വരികയില്ല. ഈ കൺവെൻഷന് 10 പേരെ വന്നുള്ളൂവെങ്കിലും ഒപ്പം നിൽക്കുന്നത് യേശുവാണെങ്കിൽ, ജയം ശീലിച്ച ജയാളിയാണെങ്കിൽ, ജയം മാത്രമാണ് അവൻ്റെ സവിശേഷതയെങ്കിൽ നമ്മൾ തോറ്റുപോവില്ല. ഈ അടഞ്ഞ ശബ്ദം അല്പം ഒന്ന് തുറന്നു തരണം. ഇതെവിടെ അതിൻ്റെ സംഭവമൊക്കെ? എവിടെ അതിൻ്റെ ആള്? ഇവിടെ ഉണ്ടോ? എന്ത് കാണുന്നില്ല? ഒന്ന് തുറന്നു തന്നേ. പ്രൈസലോ, കേൾക്കാവോ ഞാൻ പറഞ്ഞേ? ഞാനൊരു കാര്യം പരീക്ഷിച്ചിട്ടുണ്ട്. മൈക്കാർ സൗണ്ട് താക്കുന്ന എപ്പോഴാണെന്നറിയോ? മറ്റൊരുത്തിൽ രക്ഷയില്ല എന്നുള്ള വചനം വരുമ്പോഴാണ്. നിങ്ങളല്ല കേട്ടോ, ഇതുവരെ അടഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇന്ന് പരീക്ഷിച്ചോണം. ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കും അല്ലേ? നമ്മൾ ആ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഈ സാധനം താത്തു വിടും. അങ്ങനെ എന്നത് പോകത്തില്ല, ശ്രദ്ധിക്കണം. നമുക്ക് അനായാസന പറയാൻ പറ്റണം. ഒരല്പം കൂടെ ഒന്ന് റിലാക്സ് ചെയ്ത് പറയുമ്പോഴാണ് സ്ട്രെയിൻ ചെയ്യാതെ പറയാൻ പറ്റണം. ശ്രദ്ധിച്ചാട്ടെ. ദൂരെയാണോ എൻ്റെ ആൾ? കയ്യിലുണ്ടോ? അവിടെ ചെയ്യാനുള്ളതേ ഉള്ളൂ. കേട്ടിട്ടുണ്ടോ? ഇവിടെ വ്യത്യാസമൊന്നും വരുന്നില്ല. ഹല്ലേലൂയ. അപ്പം തിരിച്ചു വരാം. ഒരു സൂക്ഷ്മന്യൂനപക്ഷം യേശുവിനോട് ചേർന്നു, സുവിശേഷത്തോട് ചേർന്നു, പത്രോസിനോട് ചേർന്നു. അവർ യേശുവിനോട് ചേരുമ്പോൾ, സുവിശേഷത്തോട് ചേരുമ്പോൾ അവർക്കൊരു കാര്യത്തിൽ
ഒരു തെറ്റിദ്ധാരണ വന്നു. കാര്യം കുഴപ്പമില്ല, കാര്യം അവര് ത്യാഗം സഹിക്കാൻ റെഡിയാ, അവർ കഷ്ടപ്പെടാൻ റെഡിയാ. മതി മതി, താങ്ക് യു. കഷ്ടപ്പെടാൻ റെഡിയാ, പീഡിപ്പിക്കപ്പെടാൻ റെഡിയാ. വചനം പറയാ, നമ്മളെ പോലല്ല അവര് സമ്പത്തുക്കളുടെ അപഹാരം സഹിച്ചു കളഞ്ഞു. അവരെ കൊള്ളയടിച്ചു. റോമാ ഗവൺമെന്റും യഹൂദ പരീക്ഷകളും മതവും ഒരുമിച്ച് പീഡിപ്പിച്ചപ്പോൾ അവരതങ്ങ് സഹിച്ചു. സഹനത്തിൻ്റെ തീവ്രതയിൽ, അതിൻ്റെ ക്ലൈമാക്സിൽ അവരിതൊക്കെ സഹിച്ചത്. ഒരു വചനം അവരെ തെറ്റിദ്ധരിപ്പിച്ചു. വചനമല്ല, വചനത്തിൻ്റെ വ്യാഖ്യാനം. അതെന്താണെന്നറിയണ്ടേ? ഈ തലമുറയിൽ തന്നെ യേശു വരും. അങ്ങനെ വരുമെങ്കിൽ ഞാൻ ഈ സഹിക്കുന്ന ത്യാഗമുണ്ടല്ലോ, അതെൻ്റെ കൺമുമ്പിൽ മാറുകയും നിത്യത യാഥാർത്ഥ്യമാവുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഞാൻ ത്യാഗം സഹിക്കാൻ റെഡി, കാരണം നിത്യത വരിക. അങ്ങനെയെങ്കിൽ ഞാൻ വേദനിക്കാൻ റെഡി, എൻ്റെ സമ്പത്തുക്കളെല്ലാം പൊക്കോട്ടെ, കർത്താവ് വരിക. ഈ കർത്താവ് വരും എന്ന ആശയം നല്ലതാണ്. ഉത്തരവാദിത്വമില്ലാതെ ജീവിക്കാനുള്ള ലൈസൻസ് അല്ല യേശു വരും എന്നുള്ള ചിന്ത. ചില ചോദിക്കാറുണ്ട്, യേശു വരുമെന്ന് പറഞ്ഞിട്ട് പുള്ളി ദൈവം വീണ്ടും വീട് വെച്ചു, കാറെടുത്തു, കുഞ്ഞിനെ പഠിക്കാൻ വിട്ടു. ഉത്തരവാദിത്തമില്ലാതെ ജീവിക്കണോ? കർത്താവ് വരട്ടെ, വേഗത്തിൽ വരട്ടെ. അവർ ഇമ്മിനൻ്റ് റാപ്ചറിൽ വിശ്വസിച്ചു. പെട്ടെന്നൊരു ഉൾപ്രാവണം, പെട്ടെന്ന് വരും. സത്യത്തിൽ ഇത് പെട്ടെന്ന് തന്നെയാണ്. പെട്ടെന്ന് വരുമെന്ന് കർത്താവ് പറഞ്ഞാൽ പെട്ടെന്ന് വരും. എന്നിട്ട് വർഷം എത്രയായി? 2000. നമുക്കതിലേക്ക് കിടക്കാം. ഇതിനിടയിലൊരു സംഭവം നടന്നു. പതുക്കെ പതുക്കെ ഇവരെ പഴയ ജൂതന്മാർ വന്നിട്ട് തിരിച്ചു വിളിച്ചു. നിങ്ങൾ പോയത് എവിടെ നിന്നാണെന്നറിയണ്ടേ? ഒരു മൃഗമാകട്ടെ മനുഷ്യനാകട്ടെ പർവ്വതത്തെ തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലേണം, ഞാൻ അത്യന്തം ഭയപ്പെടുന്നു എന്ന് പറയത്തക്ക വിധം മോശയ്ക്ക് പോലും ഭയമായി തോന്നിയ, ഭീകരമായി തോന്നിയ ദൈവകൽപ്പനകൾ സ്വീകരിക്കപ്പെട്ടൊരു സമൂഹത്തിൽ നിന്ന് നിങ്ങളുടെ ഉപദേഷ്ടാക്കന്മാർ വന്നിട്ട് പറഞ്ഞു, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാൽ യാതൊരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. നിങ്ങൾ പോയതല്ലേ? ആട്ടെ, എന്ത് കിട്ടി? കഷ്ടത. യാക്കോബിനെ വാളിൻ്റെ വായ്ത്തലയ്ക്ക് വെട്ടിക്കൊന്നു. പിൽക്കാലത്ത് പത്രോസിനെ ക്രൂശിച്ചു. ഈ എഴുത്തുകാരൻ പൗലോസിനെ തലകീഴാക്കി ഒരു തടിയിൽ കെട്ടിത്തൂക്കിയ ശേഷം ഈർച്ചവാളിന് കൊന്നു. ഈർച്ചവാളിൻ്റെ കൊല സോഡിങ് അല്ല, അല്ലെങ്കിൽ ബിഹെഡിങ് അല്ല, മറിച്ച് തടി ഇറക്കുന്ന വാളിനുള്ള കൊലയാണ് ഈർച്ചവാൾ. വെട്ടിക്കൊല്ലല്ല, അങ്ങനെ കൊന്നു. 1-2 പേരല്ല, കോടിക്കണക്കിന് മനുഷ്യർ മരിച്ചൊടുങ്ങി ഈ നാമത്തിൽ. ഇതല്ലേ കിട്ടിയേ? എന്താ കാരണമെന്ന് അറിയണ്ടേ? സമാഗമന കൂടാരത്തിൽ പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി ഇറങ്ങി ആവസിച്ച ദൈവസാന്നിധ്യവും തേജസ്സും കണ്ടിറങ്ങിയ ഞങ്ങളോട് നിങ്ങൾ വന്നിട്ട് പറയാ, ആ തേജസ്സിത ഇവിടെ കനീവവിച്ചുറഞ്ഞ് ഒരു മനുഷ്യനായി വന്നിരിക്കുന്നു, അതാ യേശു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്നും ആവേശം വന്നില്ല. നിങ്ങൾ കേട്ടുപോയതല്ലേ? നഷ്ടമല്ലേ? ബാലൻസ് ഷീറ്റിൽ കണ്ടനുഭവിക്കും. ഒറ്റ വഴി, തിരിച്ചു വാ. ഞാൻ പള്ളിയിൽ പറഞ്ഞ കാര്യമൊക്കെ ഏർപ്പാടാക്കാം. തിരിച്ചു വാ, തിരിച്ചു വാ. ഈ വിളി ചിലരെ ഒന്ന് ഇളക്കി. എത്ര ആളുകളെയാണെന്ന് ഞാൻ പറയാം. ചില ആളുകൾക്ക് ഈ പള്ളി വിട്ടാലും പള്ളിയോടുള്ളൊരു പ്രതിപത്തി വേറൊരു രൂപത്തിൽ കിടക്കും. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ഈ പള്ളിയിലെ ആഘോഷങ്ങൾ, ചെണ്ടയടി, കടന്നെടുപ്പ്, ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ അറിയാതൊരു ഉന്മേഷമാകത്തു. ചില ആളുകൾ ഒരു ഘട്ടം കൂടി കിടന്നിട്ട് പറയും, സമാധാനമൊക്കെ തേടി വന്ന ഇവിടെ ആകെ പ്രശ്നമാണ്. മുളക്കുഴ പ്രശ്നം, കുമ്പനാട് പ്രശ്നം, കോട്ടയത്ത് പ്രശ്നം, ഇതിലും നല്ലത് അതായിരുന്നു. ഇത് കേട്ടാൽ നമ്മളവർക്കൊരു സത്യസന്ധന, അവൻ താമസിക്കാതെ പോകാം.
എന്താ കാര്യം? മനുഷ്യർ കൂടുന്നിടത്തൊക്കെ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതാണ് അതിനെ അങ്ങനെ തള്ളിക്കളഞ്ഞ. അതിലാർക്കാ ഇൻട്രസ്റ്റ്? ഇതിലൊന്നും നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഞങ്ങൾ സുവിശേഷ പ്രഭാഷകരെ പറ്റി നിങ്ങൾ ഒത്തിരി പരാതികൾ പറയുന്നത്, അതിലൊക്കെ കുറേ ശരിയാണ്, സമ്മതിച്ചു. പക്ഷെ വേറൊരു വലിയ വിഷയമുണ്ട്. എന്താ ഈ ചർച്ച് പൊളിറ്റിക്സിൽ ഇവരില്ലാത്തതെന്നറിയോ? അതൊരു ഭാഗ്യമല്ലേ? അത് നമ്മുടെ ഒരു ഭാഗ്യമല്ലേ? പക്ഷെ അതൊക്കെ വേണം, അതതിൻ്റെ അളവിൽ നടക്കട്ടെ. അത് വെച്ചുകൊണ്ട് പഴയതായിരുന്നു നല്ലതെന്ന് പറഞ്ഞാൽ പിന്മാറാനുള്ളൊരു ടെൻഡൻസി വിശ്വാസം വരുന്നില്ല. ഞാൻ ബൈബിളിൽ നിന്നൊരു തെളിവ് തരാം. കർത്താവിൻ്റെ കൂടെ കൂടിയാൽ കൂടിയതായിരിക്കണം. ഉറപ്പല്ലേ? തെളിവ് തരാം. നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അദ്ദേഹം ഉപയോഗിച്ചൊരു ഭാഷയുണ്ട്, എപ്പോഴും ശ്രദ്ധിക്കണം. എന്താ പറയുന്നറിയണ്ടേ? അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, ഒരു സിനഗോഗ്. യഹൂദന്മാരുടെ ഒരു പെരുന്നാളുണ്ടായിരുന്നു. യഹൂദന്മാർ അവനെ വളഞ്ഞു. വളഞ്ഞ കക്ഷികൾ ആരാന്നറിയണ്ട? ഇയാളുടെ ചേട്ടനും അനിയനും വേണ്ടപ്പെട്ടവരും വളഞ്ഞ കഥ പറഞ്ഞെങ്ങനെ? യഹൂദന്മാർ അവനെ വളഞ്ഞു. എന്താ പിന്നെ പറയണ്ട? ഞങ്ങളുടെ ഒരു ഉത്സവം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ യോഹന്നാൻ അറിയാം, ആഘോഷത്തിൻ്റെ തിമിർപ്പില്ലെങ്കിലും വാദ്യമേളങ്ങളുടെ അകമ്പടിയില്ലെങ്കിലും നസ്രായൻ്റെ നെഞ്ചോട് പറ്റിക്കിടന്നപ്പോൾ കിട്ടിയൊരു ചൂടുണ്ട്. ആ ചൂടിൻ്റെ ബലത്തിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്ന സുഖമുള്ള സ്പർശം. അന്നു മുതൽ തിരിച്ചറിഞ്ഞു, വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോകാൻ സംഗതി വരും. ചില ജയമെടുക്കേണ്ടതുണ്ട് ഇന്ന് രാത്രി. ഹല്ലേലൂയ. പ്രാദേശിക സഭ മുതൽ മനുഷ്യൻ കൂടുന്നിടത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളെ പരിധി വിട്ട് വളരാൻ അനുവദിക്കുന്നതെന്ന് തെറ്റാ, അതെല്ലാം തെറ്റെഴുതി തള്ളിക്കോ. പക്ഷെ ക്രിസ്തുവിനെ വിട്ട് പിരിഞ്ഞ് ഭൂതകാലത്തിൻ്റെ അധപ്പതനത്തിൻ്റെ വഴിയിലൂടെ, വചനവിപരീതത്തിൻ്റെ വഴിയിലൂടെ എന്തൊക്കെയോ ആശ്വാസം കുടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കാതിലോതാൻ ദുഷ്ടനായവൻ അടുത്ത് വരുമ്പോഴൊക്കെ പറയണം, ഞാൻ പ്രസ്ഥാനം കണ്ടല്ല, അതിൻ്റെ സംവിധാനം കണ്ടല്ല, പ്രസിഡന്റിനെ കണ്ടല്ല, സെൻട്രൽ പാസ്റ്ററെ കണ്ടല്ല, പ്രാദേശിക സഭയുടെ ശുശ്രൂഷകനെ കണ്ടല്ല, കൂട്ടുവിശ്വാസിയെ കണ്ടല്ല, എനിക്ക് നോക്കാൻ ഒരിടമുണ്ട്. അതുകൊണ്ടാ പലരും വിട്ടുപിരിഞ്ഞിട്ടും ഒറ്റയ്ക്ക് ചങ്കുറപ്പോടെ ആ ക്രൂശിൻ്റെ ചുവട്ടിൽ ഞാൻ പോയി നിന്നത്. ആ നെഞ്ചോട് ചേർന്ന് കിടന്ന ചൂട്, ആ ചൂട് കൊണ്ട പത്മോസിലും ഞാൻ പോയി കിടന്നത്. ആ ചൂട് കൊണ്ട സ്വർഗം തുറന്നിരിക്കുന്ന ദിവ്യദർശനങ്ങളെ കണ്ടത്. ആ ചൂട് കൊണ്ട ജീവൽ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് ഇവിടെ വരെ വന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനത്തെ അനുഭവങ്ങൾ തിരിച്ചു വാ. ഈ തിരിച്ചു വരാൻ തുടങ്ങിയപ്പോൾ അവർക്കിടയിൽ പിന്മാറിപ്പോകാനുള്ളൊരു പ്രവണത ശക്തിപ്പെട്ടു. ആ പിന്മാറ്റത്തിൻ്റെ അടുത്ത ഘട്ടത്തിലൊരു പേര് പറയും, അപ്പോസ്റ്റസി. അതിൻ്റെ പേരാ വിശ്വാസത്യാഗം. അത് വിശ്വാസത്തിന് വേണ്ടി സഹിക്കുന്ന ത്യാഗമല്ല. മലയാള പദം ഒന്ന് മാറ്റേണ്ടിയിരുന്നു. നമ്മൾ വല്ലതും വിചാരിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയുള്ളൊരു ത്യാഗമാണ്, അങ്ങനെ തോന്നിപ്പോവും വ്യാകരണത്തിൻ്റെ സംവിധാനമൊക്കെ വെച്ച് പരിശോധിച്ചാൽ. പക്ഷേ എന്താ? വിശ്വാസത്തിൻ്റെ ത്യജിക്കലാണ്, നേരെ തള്ളിക്കളയല. അപ്പോൾ പിന്മാറ്റം ലെവൽ 1 ലെവൽ 1 പിന്മാറ്റം എന്ന് പറയാൻ പോരാ. ആദ്യം പറയും, ഇതിനകത്ത് നിന്നുകൊണ്ട് പുറത്തൊരു വിമോചനം അന്വേഷിക്കുക, പുറത്തൊരു സുഖം തേടുക. ഹല്ലേലൂയ. ആ പുറത്തെ സുഖം ഇങ്ങനെ തേടുമ്പോൾ 2ാം ഘട്ടമാ പിന്മാറ്റം. 3ാം ഘട്ടമാണ് വിശ്വാസത്യാഗം. ഒരു കാര്യം പഠിച്ചു, ആ പിന്മാറ്റത്തിൻ്റെ എൻഡ് വരെ നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു മടങ്ങി വരവിൻ്റെ സാധ്യതയുണ്ട്. അപ്പുറം കടന്നാൽ ഈ ഒരളവ് വെച്ചിട്ടുണ്ട്, ഒരു ഡെഡ് എൻഡ്. അത് കഴിഞ്ഞവനെ കിട്ടത്തില്ല. മനസ്സിലായോ? അത് കഴിഞ്ഞവനെ കിട്ടത്തില്ല. ഉദാഹരണം ദേമാസ് കിട്ടത്തില്ല. അതിന് മുമ്പ് പിടിച്ചോണം. വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചോണം. പരിചിതരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊള്ളണം. നേരെ ആൾ കടകം മറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടില്ല. കാരണം എന്താണെന്നറിയണ്ടേ? പലയാവർത്തി തമ്പുരാൻ അവൻ അവസരം കൊടുത്തിട്ടും മടങ്ങി വരാതിരിക്കുമ്പോൾ അവനെ ആ ദുഷ്ടശക്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അവൻ്റെ ഇഷ്ടവത. അവൻ പിന്നെ ഓപ്പറേറ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോവാ, തിരിച്ചു കിട്ടില്ല. ഈ മുനമ്പത്ത് നിന്നുകൊണ്ട് അപ്പോസ്തലൻ അവരെ മടക്കി വരുത്താൻ എഴുതുന്ന ലേഖനമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. നമ്മളിപ്പോൾ വിഷയത്തിലേക്ക് എത്തി. വേലയെല്ലാം പോയി,
ഇറാൻ വഴി വന്ന് തമിഴ്നാട് വഴി കറങ്ങി തേങ്ങാങ്കട്ട കഥ പറഞ്ഞ് വിരോധം വല്ലതും ഉണ്ടോ? വിരോധിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ വിഷയത്തിലിപ്പോൾ എത്തി. ഹല്ലേലൂയ. ആ, അതൊക്കെ പറഞ്ഞ എന്തിനാ? അത് ചിലർക്ക് മനസ്സിലാകണം, അതിനു വേണ്ടി. എല്ലാവർക്കും മനസ്സിലാകരുത്, അതിനു വേണ്ടിയാ. LIC കുനുകുനാന്ന് അക്ഷരത്തിൽ എഴുതി പിടിപ്പിക്കും, നമ്മൾ ഒപ്പിടും, ഒന്നും പിടികിട്ടുകയല്ല. പക്ഷെ കോടതിക്ക് മനസ്സിലാവും അതെന്താന്ന്. അതുകൊണ്ട് അവിടെ അടയ്ക്കുന്ന പൈസ കിട്ടാൻ വരുന്നത്, കിട്ടുമെന്നോർക്കൊക്കെ നമ്മളിരിക്കുന്നത്. LICക്കാരൻ്റെ പിണങ്ങരുത്. ഇത് തിരിച്ചു കിട്ടിയ ആരെങ്കിലും ഉണ്ട് എന്നെ കണ്ടിട്ടൊന്ന് പോവുള്ളൂ. ഇവർ പറഞ്ഞ വാഗ്ദത്വമല്ല, തിരിച്ചു കിട്ടിയിട്ട് ഒന്ന് കണ്ടിട്ടേ പോവുള്ളൂ, അത്രേ ഉള്ളൂ. കാരണം ഇത് നമ്മൾ ഒത്തിരിക്കാൻ ഡെപ്പോസിറ്റാണ്, സംഗതി പ്രീമിയം, അതാ വിഷയം. ഒറ്റ ഭാഷയിൽ അത് മാറിപ്പോവാ. നമുക്ക് വല്ല അപകടമൊക്കെ സംഭവിച്ചാൽ കിട്ടും, ഡെപ്പോസിറ്റ് പോലെ അത് കിട്ടത്തില്ല, എടുക്കാൻ ചെന്നാൽ കിട്ടത്തില്ല. പ്രീമിയം കട്ടായി പോയി 20 കൊല്ലമൊക്കെ കഴിഞ്ഞ്. ഇട്ട തുക ഏതായാലും കിട്ടുകയില്ല. അപ്പോൾ തിരിച്ചു വാ. ഇവിടെ അപ്പോസ്തലർ ഒരു കഥ പറയാ, ഒരു സംഭവം പറയാം. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ അത് നമ്മിൽ ആർക്കും ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. എന്താ ഇതിൻ്റെ അർത്ഥം? അതിലേക്ക് വരാം. എന്താ ഈ സ്വസ്ഥത? ദൈവജനത്തിനൊരു ശബത്ത് ശേഷിച്ചിരിക്കുന്നു. കേട്ടോ, നമ്മൾ ശബത്തിനെതിരാണോ? നമ്മളെങ്ങനെ ശബത്തിനെതിരാകുന്നേ? ശബത്തിനെതിരാകുന്നേ? ശബത്തുണ്ടോ? നമുക്ക് ശബത്തുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോഴല്ല. ഇപ്പോൾ ശബത്ത് ആചരണം നമുക്കുണ്ടോ? ഇല്ല. എന്തായിരിക്കും കാരണം? കാരണത്തിൽ ചെറിയൊരു, നിങ്ങൾക്കെല്ലാം പ്രതിരോധിക്കാൻ പറ്റിയ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ സാറിന് ഈ ഡിബേറ്റിനൊക്കെ പോകുമ്പോൾ ഒരു ഗ്ലോവും കൊണ്ടാണ് പോകുന്നത്. അതിന് കാരണമുണ്ട്. അത് ചിലർ പരാതിയും പറഞ്ഞു, ഗ്ലോവല്ലേ, വേറെ നമ്മളിപ്പോൾ സ്വർണ്ണപ്പാളിയിൽ നിന്നും കൊണ്ട് പോയില്ലോ, ഗ്ലോവും കൊണ്ട് പോയതിനാണ് വിഷം ഉണ്ടാക്കുന്നത്. സർക്കാർ അംഗീകരിക്കപ്പെട്ട സാധനം, അതുകൊണ്ടാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് വെച്ചേക്കാണ്. ഇതങ്ങോട്ട് വെച്ചു. ശബ്ദകാരൻ വരുമ്പോൾ ഒരു ചോദ്യം ചോദിക്കണം. ഇല്ല, ചോദിക്കണ്ടെന്ന് അറിയണ്ടേ? എനിക്കിതിനകത്തുനിന്ന് ട്രംപിൻ്റെ ശബത്തും എൻ്റെ ശബത്തും യഹൂദൻ്റെ ശബത്തും എന്നൊക്കെ പറഞ്ഞു തരണം. എന്നുവെച്ചാൽ ഒരുത്തൻ്റെ ശനിയാണ് എൻ്റെ ഞായർ, അത് വേറൊരുത്തന് തിങ്കളാണ്. അപ്പോൾ 7-ാം നാളിൽ ദൈവം സ്വസ്ഥനായിരിക്കുന്നത് ഈ ഗ്ലോവിൻ്റെ ക്രമം അനുസരിച്ച് ഇവിടെ. വേറൊരു വിഷയമുണ്ട്. ഈ ധ്രുവങ്ങളിലേക്ക് എന്നാൽ 6 മാസം പകൽ 6 മാസം രാത്രി. എങ്ങനെ കിട്ടും ശബത്ത്? മനസ്സിലായോ? നമുക്ക് പിടികിട്ടിയോ? മനസ്സിലായില്ല? ഗ്ലോവുള്ള കൊണ്ടുള്ള ഗുണം മനസ്സിലായോ? ശബത്ത് പറഞ്ഞതാ. അപ്പോൾ പിന്നെ ബൈബിളിൽ പറഞ്ഞതോ? അതൊരു ജനതയ്ക്ക് കൊടുത്ത നിയമമാണ്. ആ നിയമം അതിലും വലിയൊരു നിയമത്തിനകത്ത് മേർജിഡായി പോവും. പിടിയിട്ടില്ല? പറയാം. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കേരള ഹൈക്കോടതിയെ സമീപിച്ചു. ഭാരത കാലത്ത് മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ പേരിൽ രാജസ്ഥാനിലെ ആളുകളെല്ലാം കൂടെ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ആ കേസിന് വിധി പറഞ്ഞു, അതങ്ങ് റദ്ദ് ചെയ്തു, തിരിച്ചു വിട്ടു. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, ഇത് സുപ്രീം കോടതി പറഞ്ഞത് ആ പർട്ടിക്കുലർ കേസിനല്ലേ ബാധകം? ആണോ? അല്ല. എന്താ കാര്യം? പറയാം. കേരള ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുപ്പിച്ചു. ഒന്ന് കൂട്ടിക്കോ. നിങ്ങളൊരു കേസ് കൊണ്ട് കേരള ഹൈക്കോടതി കൊടുത്തു. കേസ് കൊടുത്തയാൾ നമ്മുടെ സഭാപരമായൊരു കാര്യത്തിനോ ആരാധന സ്വാതന്ത്ര്യത്തിനോ വേണ്ടി കൊടുത്ത കേസ് നമ്മുടെ പാസ്റ്ററാന്ന് കുട്ടിക്കോ കൊടുത്തേ. കൊടുത്തിരിക്കുന്ന ആർക്കെതിരെയാന്നൊക്കെ അറിയണ്ടേ? പാസ്റ്റർ എക്സ് എന്നങ്ങ് പേരിടാൻ തൽക്കാലം, കാരണം കേസായിട്ടെന്നൊക്കെ പേടി വരും. എനിക്കിപ്പോൾ ഒരു 8-10 ഉള്ളതുകൊണ്ട് അങ്ങ് പൊരുത്തപ്പെട്ടതിനോട്. അപ്പോൾ പാസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ ഒരാൾ എഗെയിൻസ്റ്റ് ഹും, ആർക്കെതിരെ അറിയോ? ഓണറബിൾ ഗവൺമെൻറ് ഓഫ് കേരള, അവർക്കെതിരെ കൊടുക്കുന്നത്, സർക്കാരിനെതിരെ വാദം വന്നു. കേരള ഹൈക്കോടതിയിൽ വിധി പറഞ്ഞു. ഈ വിധിക്ക് എവിടെ വരെ സ്വാധീനം ഉണ്ടെന്നറിയോ? കേരളം മാത്രമല്ല,
ഇന്ത്യൻ പൗരൻ ലോകത്ത് എവിടെ ഉണ്ടോ അവിടെ എല്ലാം അത് ബാധക. കിട്ടിയോ? മണിപ്പൂരിലെ കോടതി ഇട്ടാൽ മതി, ഇവിടെ അവരുടെ ബാധക. അത് ഹൈക്കോടതികളുടെ അധികാരം. അടുത്ത കോടതിയിൽ അപ്പീലിന് പോയാൽ ഹൈക്കോടതി പരിഗണിക്കാത്ത ക്ലോസുകൾ വല്ലതും ഉണ്ടോ എന്ന് അവിടെ നോക്കുന്നത്. ഇന്ന ക്ലോസ് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ അവരത് നോക്കും. എന്താണെന്നറിയണ്ടേ? ഹൈക്കോർട്ടിൻ്റെയും സുപ്രീം കോർട്ടിൻ്റെയും റൂള് ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബിക്കെയിം ദ ലോ ഓഫ് ദ ലാൻഡാണ്. ലാൻഡിൻ്റെ നിയമമായിട്ട് മാറും. ഹൈക്കോർട്ടിട്ട ആ നിയമം സുപ്രീം കോർട്ട് അതിന് മീതെ ഒരു റൂൾ കൊടുക്കുന്ന പോലെ ഇതങ്ങ് മേർജ് ചെയ്യുക ഇതിനകത്തോട്ട് ചിലത്. അപ്പൊ ശബത്തിനും കർത്താവായ ഒരുത്തൻ നമുക്കിങ്ങ് വന്നു. മനസ്സിലായില്ലേ? നമ്മുടെ സുപ്രീം കോർട്ട് അതല്ലേ. ശബത്തിനും കർത്താവായ ഒരുവൻ വന്നിട്ട് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അതിനും അപ്പുറത്തൊരു വസ്തുത. സത്യനമസ്കാരികൾ ദൈവത്തെ ആരാധിക്കേണ്ടത് ഒരു സ്ഥലത്തല്ല, ഒരു സമയത്തല്ല. ഇതെല്ലാം മാറ്റിവെച്ചിട്ട് പറഞ്ഞു, സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയുടെ ഒരു പുത്തൻ തലം തുറന്നപ്പോൾ ശബത്ത് റദ്ദാവുകയല്ല, ശബത്ത് അങ്ങ് മേർജ് ചെയ്തതിനകത്ത്. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, മറ്റൊരു ശബത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ശബത്തിനെതിരല്ല, നമുക്ക് വേണ്ടി വച്ചിട്ടുണ്ടൊരു ശബത്ത്. അതെന്താന്ന് പറയാ? ഉൽപ്പത്തിയിലെ ശബത്താണ് നമുക്ക് വേണ്ടി വച്ചിരിക്കുന്നത്. അയ്യോ, അതെങ്ങനെ? പറയാം. അതും നമ്മുടെ ഗ്ലോബ് എടുക്കണം. ഞാൻ ഈ നിരീശ്വരവാദികളുമായിട്ടൊരു ചർച്ചയ്ക്ക് പോയി. അവൻ കണക്ക് കൂട്ടിയിട്ട് മനുഷ്യനും ഭൂമിയൊക്കെ ഉണ്ടായിട്ട് 6000 കൊല്ലമേ ആയുള്ളൂ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന. അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല, ബൈബിൾ അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല. ഭൂമിക്ക് 450 കോടി വർഷമുണ്ടെന്ന് പറയുന്നു എന്ന് കൂട്ടിക്കോ. ബൈബിൾ എതിരാണോ? 4 ലക്ഷം കോടി എന്ന് പറഞ്ഞാലും ബൈബിൾ എതിരല്ല. എന്താ കാര്യം? പറയാം. ആദം 930 സംവത്സരം ജീവിച്ചിരുന്നു, പിന്നെ അവൻ മരിച്ചു. അങ്ങനല്ലേ? ഈ ആദമിൻ്റെ 930 വയസ്സ് തുടങ്ങണമല്ലോ. എവിടെ തുടങ്ങും? നിങ്ങൾ ഈ 1 വയസ്സുള്ള ആദമിനെ കണ്ടോ? 2 വയസ്സുള്ള നമ്മുടെ യോമന തിങ്കൾ കിടാവോ ഒക്കെ പാടുന്ന ആ പ്രായമുള്ള ആദമിനെ കണ്ടോ? ഇല്ല. നമ്മൾ കാണുന്ന ആദം PYP പ്രായമായ ആദമാ അല്ലേ? ചെറുപ്പക്കാരനാവുകയും അത് തന്നെ. അങ്ങനെയാ. അപ്പൊ പിന്നെ എവിടുന്ന് കണക്ക് കൂട്ടി ഉൽപ്പത്തിയുടെ ഗ്രന്ഥകാരൻ ഈ 930 വയസ്സ്? പറയാം. ഞാൻ ബഹുമാനപ്പെട്ട TD വകുപ്പാസെ കാണുന്നത് ഒരു 4 കൊല്ലം മുമ്പാണ്. ഒരുമിച്ച് ഇതുപോലെ കൂടി. അപ്പം അന്ന് കണ്ടതിൽ നിന്ന് എനിക്ക് ഒത്തിരി മാറ്റമുണ്ട്. തലയൊക്കെ കുറെ കൂടെ നരച്ചു. എന്നോട് അദ്ദേഹം പറയാ, അന്ന് കണ്ടതിനേക്കാൾ ക്ഷീണിച്ചുവല്ലോ, മുടിയൊക്കെ നരച്ചല്ലോ, എന്ത് പറ്റി? ഇത് കേട്ടാൽ നമുക്കൊരു ദുഃഖമുണ്ട്, ഇല്ലാത്ത ആരുമില്ല. ആ ദുഃഖം മാറാനൊരു വഴിയുണ്ട്. ഈ ചോദിച്ച ആളിനെ കൂടെ നമ്മളൊന്ന് നോക്കിയാൽ മതി. ഒന്നും മിണ്ടണ്ട, അടിമടിയും നോക്കിയിട്ട് ശരിയാച്ച. കാരണം എന്താ? ഒരു മാറ്റം. എന്താ പറ്റിയെന്നറിയോ? കാലം നമ്മളെ ആക്രമിക്കുന്നതിൻ്റെ പേരാണ് പ്രായം. കാലം ആക്രമിച്ചില്ലെങ്കിൽ പ്രായമില്ല. അതിന് തെളിവിടെ തരാം. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം 33 പ്രകാശവർഷം അകലെയാണ്. പ്രകാശവർഷ വേഗതയിൽ അതിലേക്ക് പോകാൻ ഒരു 29 വയസ്സുള്ള അല്ലെ 30 വയസ്സുള്ള ഒരു മനുഷ്യൻ തീരുമാനിച്ചു. ആളുടെ 30 വയസ്സുള്ളൂ. ഇയാൾ തീരുമാനിച്ചു പ്രകാശവർഷം വേഗതയിൽ ഒരു വാഹനം ഒരുക്കി പോണം. അപ്പൊ ഭൂമിയുടെ കറക്കം തുടരുക. പുള്ളിയുടെ മകന് 4 വയസ്സാ പ്രായം. ഓടിക്കളിക്കുന്ന പ്രായത്തിലാണ് ആ നക്ഷത്രത്തിലേക്ക് പോയ വേഗത്തിൽ തിരിച്ചും വന്നു. ഒരു കുഴപ്പം കേൾക്കണോ? ഭൂമിയിൽ 66 കൊല്ലം കഴിഞ്ഞു. ഇത് ഇയാൾക്കൊരു നൊടിയുടെ പോലെ ഫീൽ ചെയ്തുള്ളൂ, വേഗത കാരണം.
ഒരു മാറ്റവും വന്നില്ല. വീടുമുറ്റത്തിൽ ലാൻഡ് ചെയ്യുമ്പോൾ 70 വയസ്സുള്ളൊരു കാരണവർ ചോദിക്കുക, ആരാ വന്നത്? ചെറുപ്പക്കാരനെ കണ്ടു ചോദിക്കുക, ആരാ വന്നതെന്നറിയോ? എവൻ്റെ അപ്പനാ വന്നേ. മനസ്സിലായില്ലേ? എവൻ്റെ അപ്പനാ വന്നിരിക്കുന്നു. പക്ഷേ പയ്യന് വയസ്സെത്രയായി? 1000 സംവത്സരം. നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയി ഒരു ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും ആയിരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? മനസ്സിലാക്കാനാണ് ഈ വസ്തുത പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഏതനിലായിരുന്ന ആദമിന് പ്രായമില്ല, കാരണം കാലം ആക്രമിച്ചില്ല. ഹൗവയ്ക്ക് പ്രായമില്ല, കാലം ആക്രമിച്ചില്ല. പാപം ചെയ്തപ്പോൾ സ്ഥലം, കാലം, പദാർത്ഥം ഇതിൻ്റെ സ്വാധീന വലയം കൊണ്ട് നാം ഘട്ടം ഘട്ടമായി തകർന്നു. കാരണം പദാർത്ഥത്തിനൊരു ശക്തിയുണ്ട്. പാദമൂന്നി നിൽക്കുന്ന ഭൂമിക്കൊരു സവിശേഷതയുണ്ട്. ഭൂമി നമ്മളെ അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ഇങ്ങനെ ആകർഷിച്ചു കൊണ്ടിരിക്കും. അതിന് കുട്ടികളൊരു പേരിട്ട് വിളിക്കും. കുട്ടികളല്ല, നമ്മൾക്കെല്ലാം അറിയാം എന്തെന്നാ. ന്യൂട്ടൻ പറഞ്ഞേ ലോ ഓഫ് ഗ്രാവിറ്റി അല്ലേ, ഭൂഗുരുത്വം. നമ്മളങ്ങോട്ട് പിടിക്കുന്ന അതാണ്. ചെറിയ പ്രായത്തിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഈ കാലിൽ നല്ല വേദന വരും. കൊച്ചുകുട്ടികൾക്ക്. നമുക്കിതൊന്നും നമ്മൾ മറന്നുപോയതാ. ഭയങ്കര വേദന, അസഹനീയ വേദന വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു, പാസ്വേഡ് പറയുന്നു, നമ്മൾ ഫോണിൽ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നു, പോരാട്ടമാണെന്ന് പറയുന്നു. അപ്പോൾ പെയിൻ കില്ലർ എന്തെങ്കിലും ഒരു കുറഞ്ഞ അളവിലൊരു പാരസെറ്റമോളിലും കൊടുത്താൽ മതി, അതങ്ങ് മാറും. അവൻ അറിയാതെ വരും. ചില ആളുകൾ ഇങ്ങനെ നടന്ന് ബഹളം വെക്കുന്ന ഈ ചെറുക്കനെ ആ സമയം നോക്കി സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കും. ചെയ്യരുത്. ഒറ്റ പാരസെറ്റമോളെ തീരാനുള്ള കേസേ ഉള്ളൂ, അവനെ സമർപ്പിക്കരുത്. നമ്മളെല്ലാം ഇങ്ങനെ വന്നാ എന്താ വിഷയം എന്നറിയണ്ടേ? ഭൂമി അവനെ അങ്ങോട്ട് വലിക്കുന്നു. അവൻ്റെ വളർച്ചയുടെ ഘടകങ്ങൾ അവനെ മുകളിലോട്ട് പിടിക്കുമ്പോൾ അവൻ ഭൂമിക്കെതിരെ പോരാടി വളരുന്നതിൻ്റെ ഒരു പ്രതികരണം. അതാ മുകളിലേക്ക് പോകുന്തോറും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകൾ ശരീരത്തിന് ഈ പ്രശ്നമുണ്ട്. മല കയറുമ്പോൾ ശരീരത്തിനൊക്കെ വേദന വരുന്നു. എൻ്റെ മോൻ 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ് അങ്ങോട്ട് പഠിച്ചപ്പോൾ ഒരു ചോദ്യം വന്നാണ്, പടിക്കെട്ടുകൾ കയറുമ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ക്ഷീണം അനുഭവപ്പെടാൻ കാരണമെന്ത്? അവൻ കാരണം എഴുതി. അത് പടിക്കെട്ട് കയറുന്നത് തന്നെയാണ് കാരണം. വേറെ ഒരു കാരണവും അതിൻ്റെ പിന്നിലില്ല. താഴെ നിന്നതുണ്ടാവോ? ഇല്ല. അവന് മാറി കൊടുക്കാതിരിക്കാനൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച്. കാരണം ഇത്രേ ഉള്ളൂ, ലോ ഓഫ് ഗ്രാവിറ്റി. അത് അങ്ങോട്ട് പിടിക്കുക, പിടിച്ച് പണ്ടത്തെ ആദമിനെ നേരിടാൻ ഈ ഭൂഗുരുത്വത്തിന് പവറില്ല. ഒരു ആത്മീയ കാര്യം പറയാം, ശ്രദ്ധിക്കണേ. പറയാം. ഈ ലോ ഓഫ് ഗ്രാവിറ്റിക്കെതിരെയാ ഞാൻ വളരുന്നത്, മരം വളരുന്നത്, പക്ഷിമൃഗാദികൾ ഒക്കെ ജീവിക്കുന്നതിനെതിരെ ഇങ്ങനെ പോന്ന് ഒരു ഘട്ടം കഴിയുമ്പോൾ ആ പ്രതിരോധം തീർന്നിട്ട് ഭൂമി പറയും, എന്നാ നമുക്ക് പോയാലോ, വാ ഇങ്ങോട്ട് വന്നേ. ഈ കണ്ണൂരൊരു സഹോദരൻ എന്നെ പരസ്യത്തിന് വിളിക്കാറ്, നല്ലൊരു മനുഷ്യനാണ്. അവിടെ ചെന്നപ്പോൾ ഒരു സംഘാടകൻ നമ്മൾ ആ സുവിശേഷം പറഞ്ഞു ഇങ്ങോട്ട് വരുമ്പോഴേക്ക് നമ്മൾ പറയും സമയമായി. ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ പ്രസംഗിക്കാൻ പറ്റിയൊരു സ്ഥലം ഈ പരസ്യമോ. അവൻ്റെ മനസ്സ് പോലെ കേൾക്കാൻ ഇഷ്ടമില്ല, അവന് പോകാം. നമ്മുടെ മനസ്സ് പോലെ പ്രസംഗിക്കുക, അങ്ങനെയല്ലേ? നമ്മളതിനോട് പറഞ്ഞു വരും, കിരണ്ടിട്ട് പറയാ സമയം പോയത്. അവിടെ കണ്ണൂർ കോട്ടയുണ്ട്. ഈ കടമനിട്ടൊക്കെ അങ്ങനെ ഒരു കവിതയുണ്ട്, കണ്ണൂർ കോട്ട. അതിലൊരു ലൈൻ എനിക്ക് ഓർമ്മ വന്നു. അതവിടെ ചെന്നപ്പോൾ ഓർമ്മ വന്നു. അതിലൊരു ലൈൻ ഞാൻ പുള്ളിയോട് പാടിയില്ല, പറഞ്ഞു. അതിങ്ങനെയാണ്, ഒരു ദിവസം ഒരുവൻ വന്ന് നിന്നോടും പറയും സമയമായി. വരണ്ടോനെയും വന്നിട്ട് പറയും ഇങ്ങ് പോയാലോ, സമയമായി, പോകാം. അങ്ങോട്ട് ചെല്ലും. എവിടെ ചെല്ലുന്നത്? ഗ്രാവിറ്റിയോട് പടപൊരുതിയ ഞാൻ ചെല്ലുന്ന സ്ഥലത്തിൻ്റെ പേരാ ഗ്രേവ്. ഗ്രാവിറ്റി ഏറ്റവും കൂടുതലുള്ള സ്ഥലത്തേക്ക് ചെല്ലുന്ന ഗ്രേവ്. അങ്ങോട്ട് പോനാ. ഓരോ വർഷവും ബർത്ത്ഡേ ആഘോഷിച്ച് ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ഇടുമല്ലോ. എങ്ങോട്ട് പോകാനാ ധൃതി എന്നറിയണ്ടേ? ഇങ്ങോട്ട് പോകാൻ. ഇത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി, കേക്ക് മുറിക്കേണ്ടി വരികയല്ല, കാര്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തു.
പൈസ പോവുകയില്ല. ഇങ്ങോട്ട് പോനാ അതങ്ങോട്ട് പിടിച്ചേ അങ്ങോട്ട് പിടിക്കുക. പക്ഷെങ്കിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലമുള്ള നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷമുള്ള ആ മനോഹരമായ ആ ഉദ്യാനം മരണസ്ഥലമല്ല. പാപനിമിത്തമാണ് മരണം ലോകത്തിൽ പ്രവേശിച്ചതെങ്കിൽ മരണമില്ലാത്ത ശരീരത്തോടെ ഏതൊരു ജീവിക്കുന്നവനെ പ്രായം ബാധിക്കില്ല, ഈ തത്വം ബാധിക്കില്ല. ഈ പറയുന്ന നിയമങ്ങൾക്കൊക്കെ അപ്പുറത്താണ് അവനെങ്കിൽ എന്നു ഭാവിയായോ അന്നൊരു വയസ്സ്. അവിടുന്ന് ബാക്കി എത്തിക്കേണ്ടതെങ്കിൽ ആ ഭൂതകാല ജീവിതം എത്ര കോടി വർഷമുണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ ബാധിക്കുമോ? ഇല്ല. മനസ്സിലായല്ലോ? അടുത്ത പ്രസക്തമായ വിഷയത്തിലേക്ക് എത്തുക. എന്തായി ദിവസം ഭൂമി സ്വയം ഒന്ന് കറങ്ങുന്നു അല്ലേ? ഇതൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കല്ലേ. മധ്യാകാശത്തിൽ 7 വർഷം വസിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുമല്ലോ. അത് തെറ്റൊന്നുമില്ല. 7 കൊല്ലം എവിടെയും വസിക്കട്ടെ. ഞാനൊരു ഡിബേറ്റിനകത്തൊരു ചങ്ങാതിയോട് ചോദിച്ചു, നമ്മൾ 7 കൊല്ലം അവിടെ വസിക്കുമല്ലോ, അപ്പോൾ കലണ്ടർ മനോരമ തന്നെയാണോ? കലണ്ടർ ഏതാ പറ? അത് വേണ്ടേ? എന്താ കാര്യം? കറങ്ങുന്ന ഭൂമിയിൽ നിന്ന് പാദം ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ പറ? ഞാൻ പൊങ്ങിയെന്ന് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവൻ ഇവിടെ കിടന്ന് കറങ്ങുമെന്ന് മനസ്സിലായില്ല. എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് നിങ്ങൾ പറ. നമ്മൾ കൂട്ടുന്ന കണക്കാണോ സ്വർഗീയ കലണ്ടർ? അവിടെ സമയം വെക്കണ്ടെന്നേ. മാസത്തിൽ അതത് തരം ഫലം കായ്ക്കുന്ന 12 തരം വൃക്ഷം, 12 തരം ഫലം കായ്ക്കുന്ന വൃക്ഷം. അപ്പം അവിടെ മാസക്കണക്കുണ്ട്. ആ മാസം എങ്ങനെയാ? ഭൂമിയിലെ നവംബറും ഡിസംബറും ഒക്കെ ആണോ? ഒരു സ്വർഗീയമായ ക്രമം, സകലതും പുതുതാക്കുന്നവൻ ഒരു പുതിയ ക്രമം അവിടെ സംജാതമാക്കിക്കൊണ്ട് ഏതനിലെ ആ ദിവസത്തിൻ്റെ മനോഹാരിതയിലേക്ക് നമ്മെ ഒന്ന് കൊണ്ടെത്തിക്കും. പറയാം. 1-2 ദിവസം കഴിഞ്ഞ സൂര്യചന്ദ്രാദികളുടെ സൃഷ്ടി. ആള് ചോദിക്കും, സൂര്യൻ ഉദിക്കുന്നതും ആ പ്രകാശം കൊണ്ടല്ലേ നമുക്ക് ഈ രാവും വെളിച്ചമൊക്കെ ഉണ്ടായിട്ട്? 1-2 ദിവസം സൂര്യൻ ചന്ദ്രനും ഇല്ലാതെ എങ്ങനെ ഉണ്ടായി? ഒരു ചോദ്യമാണ് അല്ലേ? അപ്പം ഈ ചോദ്യം തന്നെ അപ്രസക്തമാകുന്നത് എങ്ങനെയാണെന്നറിയണ്ടേ? ഈ കമൻറ്റേറ്ററില്ലേ, നരേറ്ററില്ലേ, അല്ലെങ്കിൽ ഈ പ്രസ്താവന നടത്തുന്ന ആൾ സൃഷ്ടി വിവരണം തരുന്ന മോശയാ. സൃഷ്ടിയുടെ ആ സെൻറ്റർ എവിടാ? ഭൂമിയിൽ നിന്ന് ഭൂമി സൃഷ്ടിക്കാൻ പറ്റുമോ? അല്ലല്ലോ. സംഭവത്തിൻ്റെ സ്ഥലം ഭൂമിയാണെങ്കിൽ മാത്രമേ ഈ 1-2 ദിവസത്തിന്, ഈ പറയുന്ന ദിവസങ്ങൾക്കെല്ലാം തന്നെ ഈ 24 അവർ എന്ന ക്രമമുള്ളൂ. സൃഷ്ടി ഭൂമിയിൽ നിന്നാണോ ദൈവം ചെയ്തേ? നക്ഷത്രത്തിൽ നിന്നാണോ ചെയ്തേ? സൂര്യനിൽ നിന്നാണോ? ഈ വിശാല പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച സമയക്രമം അത് വെളിപ്പാടി പുനഃസ്ഥാപിക്കുന്നുണ്ട്. ആദ്യം ഇങ്ങോട്ട് പരിശോധിച്ചു വന്നൊരു കാര്യം മനസ്സിലാകും. സന്ധ്യയായി, ഉഷസ്സുമായി 1-ാം ദിവസം. 2-ാം ദിവസം ആ വരവിങ്ങോട്ട് വന്ന് 6-ാം ദിവസം എത്തി. 6-ാം ദിവസവും ഇതേ പ്രയോഗം കാണാം. പക്ഷെ 7-ാം ദിവസം എത്തുമ്പോൾ ഈ പ്രയോഗം ഇല്ല. സന്ധ്യയായി ഉഷസ്സുമായി 7-ാം ദിവസം എന്നില്ല. ആ 7-ാം ദിവസം ദൈവം കരുതി വെച്ചിരുന്നൊരു കാര്യമുണ്ടായിരുന്നു. എന്തെന്ന് പറയാം. സുഹൃത്തേ, ചിലപ്പോഴൊക്കെ ആളുകൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഈ ദൈവത്തിനറിഞ്ഞുകൂടെ ഈ ഫലവും വൃക്ഷമൊക്കെ ഇവിടെ വച്ച മനുഷ്യൻ ഭക്ഷിക്കും? മനുഷ്യന് ഈ കുഴപ്പം വരുമെന്ന് സർവജ്ഞാനിക്ക് അറിഞ്ഞുകൂടെ പിന്നെന്തിനു വച്ചു? ആ ചോദ്യം അപ്രസക്ത. എന്താണ് കാരണം? പറയാം. ഇതെല്ലാം മനുഷ്യന് കൊടുക്കാൻ വെച്ചതാ, നമുക്ക് തരാൻ വെച്ചെന്ന് കാണാൻ വെച്ചല്ല. പക്ഷെ ഇപ്പോൾ അല്ല. ഇറ്റ് വിൽ ടേക്ക് ഇറ്റ് ടൈം. തെളിവ് വേണോ? ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ കൊടുക്കും. നമുക്ക് വേണ്ടി വെച്ചാൽ അത് ഇപ്പോഴല്ല. ദൈവത്തിന് സമയമുണ്ട്, അപ്പോഴാ. അതിൻ്റെ പ്രത്യേകത കേൾക്കണോ? വിശപ്പില്ലാത്തവൻ, ദാഹമില്ലാത്തവൻ, ഇതാണ് ആദം. പട്ടിണിയില്ല, ദാരിദ്ര്യം ഒന്നുമില്ല, പക്ഷെ ഫുഡ് കഴിക്കുകയും ചെയ്യാം. സ്വർഗത്തിലെ അവസ്ഥ ഇതാ, ഫുഡ് കഴിക്കാം. വിശപ്പിനല്ല, ദാഹത്തിനല്ല.
വിശപ്പിനും ദാഹത്തിനും അല്ലാതെ കഴിക്കുന്ന ഫുഡ് എന്തിനാ കഴിക്കുന്നത്? ടേസ്റ്റിന്. ശരിയല്ലേ? ആ, ടേസ്റ്റിന് കഴിക്കുന്നതും വിശപ്പിന് കഴിക്കുന്നതും രണ്ടാണ്. ഞാൻ ഉദാഹരണം പറയാം. സഹോദരിമാരെ, നിങ്ങൾ ചപ്പാത്തിയും ചിക്കനും ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി ടേബിളിൽ വെക്ക്. അച്ചായൻ ഇങ്ങോട്ട് ഭക്ഷിക്കാൻ വന്ന് ആദ്യത്തെ ഒരു 1/2 മിനിറ്റ് നേരം ഒന്നും മിണ്ടുകയില്ല. 1/2 മിനിറ്റ് കഴിഞ്ഞാൽ പറഞ്ഞു ഉപ്പ് കൂടിപ്പോയി. ഇതേ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഈ 1/2 മിനിറ്റ് എന്തോന്നും മിണ്ടാഞ്ഞേ? ആ വലിയ പരവേശം അടങ്ങുന്നൊരു മിണ്ടുകയില്ല. അതാ വിശപ്പ്. വിശപ്പ് സ്വാദിന് വഴി മാറുമ്പോഴേക്കും അതുവരെ സ്ഥലകാല ബോധമില്ല, നിന്ന് പിടിക്കുക. ആ ഭക്ഷണത്തിന് ശുചിത്വം ഉണ്ടോ, വെള്ളം നല്ലതാണൊന്നുമില്ല. ആദ്യഘട്ടം. ഹല്ലേലൂയ. ഇനി മനസ്സിലാത്തവർക്കുണ്ട്. സാധാരണത്തിൽ ഈ കഞ്ഞിയും പയറും ഒക്കെ നല്ലൊരു ഭക്ഷണമാണ്, നല്ലല്ലേ? പിന്നെ കഞ്ഞി, പയർ, അച്ചാറെന്നൊക്കെ പറഞ്ഞ നല്ല പാപ്പടമൊക്കെ നല്ല ഭക്ഷണമാണ്. പക്ഷെ മോൻ്റെ കല്യാണം നടത്തിയിട്ടൊന്ന് കൊടുത്തു നോക്കി. ഞാൻ വളരെ സിമ്പിളാ, അതുകൊണ്ട് നല്ല ഭക്ഷണമാണ്, ആരും കുഴപ്പം പറയല്ല. ഈ കഞ്ഞി കുടിക്കാൻ വേണ്ടി നമ്മളവിടെ നിൽക്കുമോ? കണ്ടു കഴിയുമ്പോഴേ സ്ഥലം വിടും അല്ലേ? നമ്മൾ പിന്നെ ദൈവമക്കളായതുകൊണ്ട് അല്പം കൃപയുള്ളതുകൊണ്ടും പറയണമെന്നുണ്ട് പലതും. പക്ഷേ സ്ഥലം വിടും. കല്യാണം നടത്തിയ പാസ്റ്റടക്കം സ്ഥലം വിടും, വന്നു പോയല്ലോ എന്നോർത്ത്. ഭക്ഷണം മോശമായിട്ടല്ല, അതിന് ചേരത്തില്ല. അതുകൊണ്ട് ഇനി എത്ര നല്ല ഫുഡാണെങ്കിലും കഴിച്ചിട്ട് പോകുന്ന മനുഷ്യർ ചില കുറ്റം പറഞ്ഞിട്ട് പോകുന്നുണ്ടോ? അത് ചിലരുടെ ഒരു വിധിയല്ല. എന്തോ ചെയ്യും നമ്മളല്ലേ? അത് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പോവാ. കേട്ടോ, ഈ കല്യാണ വീട്ടിൽ കുറ്റം പറയെങ്കിലും മരണ വീട്ടിലെ വട കഴിച്ചിട്ടാലും കുറ്റം പറയോ? എന്തോ ഒരു വടയായിരുന്നു. കാരണം പരവേശം എടുത്ത് നിൽക്കുമ്പോൾ 2 ആഴ്ച പഴക്കമുള്ളതാണെങ്കിലും കൊള്ളാം, ആ സാധനം അടിക്കും. കാരണം എന്താ? അച്ചായന് സമയമെടുത്ത് സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ എന്നും പറഞ്ഞ് നമ്മുടെ തേജസ് എല്ലാം തകർത്ത് നിൽക്കുക അവിടെ. നക്ഷത്രങ്ങളും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ടെന്നുള്ള കാര്യമെങ്കിലും ഓർത്ത് അത് ചുരുക്കേണ്ടതായിരുന്നു, ഇത്തിരി നീട്ടരുതായിരുന്നു. നമ്മളിതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒന്നും നോക്കൂല, ഇതെടുത്ത് അടിക്കുക. പഴവും കഴിച്ച് ചായയും കഴിച്ച് എന്നിട്ടിതും കഴിഞ്ഞ് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി വേറൊരു മെയിൻ തട്ട് വരുന്നുണ്ട്, മെയിനൊരടി കിടക്കുന്നുണ്ട്. ഇപ്പോഴാ അങ്ങോട്ട് ഇറങ്ങിട്ടാ. എന്നാലേ ഇത് കഴിച്ചിട്ട് നമ്മൾ പറയോ എന്തോ ഒരു വടയായിരുന്നടാ ശി. അപ്പോൾ അവിടുത്തെ കാർന്നവർ പറയുമോ ഇനി അവസരം വരികയാണല്ലോ നമുക്കത് പറയുമോ? ഇതില്ല. കാരണം എന്താ? ഇത് വിശപ്പിനുള്ളതാ. ഹല്ലേലൂയ. ഇത് വിശപ്പിനുള്ളതാ. ഹൈസ്കൂളിലെങ്ങാണ്ട് 1-ാം വർഷം ഈ പഠനം കഴിഞ്ഞ പിള്ളേരെല്ലാവരും ട്രാക്റ്റും കൊണ്ടൊരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു അപ്പച്ചൻ ഇരിക്കുക. ഈ 1-ാം വർഷം പഠിച്ചതിൽ ഒരു കൊച്ചൻ തിരിഞ്ഞ് നിന്ന് ഈ അപ്പച്ചനോട് പറയാ, അപ്പച്ചാ താമസിക്കാതെ ഞങ്ങൾ ഒന്നുകൂടെ വരുമെന്ന്. അധികം താമസമില്ലാതെ ഞങ്ങൾ ഒന്നുകൂടെ വരുന്നുണ്ടെന്ന്. സുവിശേഷം അറിയിക്കാനോ വെച്ചാൽ പറഞ്ഞാൽ അല്ല, ആക്കെ അന്നേരം കാണാമെന്ന്. നമ്മുടെ പിള്ളേരുടെ കുസൃതി കണ്ടില്ലേ അല്ലേ? പോട്ടെ, പറഞ്ഞത് മറ്റൊരു കാര്യ. ഇവിടെ ആദം ഹവ്വമാർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ഫുഡാണ്. നിത്യതി നമുക്ക് ഭക്ഷണം ഉണ്ടെന്ന്, ഫുഡുണ്ട്. സ്വാഭാവികമായിട്ട് തോന്നും ഈ ദഹന വ്യവസ്ഥയും വിസർജ്യ വ്യവസ്ഥ എങ്ങനെയാ? പറയാം. നമ്മളെന്ന് കുടിക്കുന്ന വെള്ളം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതിൻ്റെ എത്രയോ ചെറിയൊരളവ് മതി ശരീരത്തിന്. ബാക്കിയൊക്കെ വേസ്റ്റാണ്, പ്രൊഡക്ഷൻ വേണ്ട, ഇത് കളയുക. അതിനുള്ളതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റവും വിസർജന വ്യവസ്ഥയല്ല അതിനുള്ള. നിത്യയുടെ പ്രത്യേകത എന്താ അറിയണ്ടേ? മീനിങ് ഫുള്ളല്ലാത്ത അർത്ഥസഹിതമായതാണ് അവിടെ മുഴുവൻ, അല്ലാത്തൊന്നും അവിടെ ഇല്ല. ഇതെല്ലാം ആനുപാതികമായ അളവിൽ നമ്മളെ ബലപ്പെടുത്തുന്ന ഫുഡാണ് നിത്യതയിലെ. അതിന് പറയുന്ന പേരാ, അതിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു എന്ന് പറയില്ലേ? രോഗമല്ലത്, തെറാപ്പിയോൺ സംഭവിക്കുന്നു, ശക്തിപ്പെടുന്നത്. നമ്മൾ കഴിക്കുന്തോറും ശക്തിപ്പെടുന്ന ഇല ഇങ്ങനെ ആണെങ്കിൽ അതിൻ്റെ ഫലം എത്രയോ ശ്രേഷ്ഠകരം എന്നുള്ള സൂപ്പർലെറ്റീവ് ഡിഗ്രിയാ അത് ഹിഡനായിട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള നിത്യതയുടെ വിളനിലമായിരുന്നു ഏദൻ. ഏദൻ വിളനിലമാണ്. ആ ഏദനിൽ നിന്ന് തൻ്റെ മക്കളെ പറിച്ചു നടുന്നതാണ് നിത്യത.
മനുഷ്യൻ സന്താന പുഷ്ടിയുള്ളവനായി പെരുകി ഏദനിൽ നിറയുമ്പോൾ അവനെ എടുത്ത് വെക്കുവാനുള്ള സ്ഥലമാണ് നിത്യത. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഇത്രയൊക്കെ ചെയ്ത ശേഷം ആദമേ, നിനക്കൊരു നിതാന്ത നിത്യത, ഒരു സമ്പൂർണ്ണ വീണ്ടെടുപ്പ്. അന്നീ ശരീരം വിട്ട് നീ ദൂതതുല്യനാകണം. ഇതാണ് എഫേസ്യ ലേഖനം പറയുന്നത്, നിത്യതയിലെ ദൈവത്തിൻ്റെ പദ്ധതി. ഹല്ലേലൂയ. ഈ പദ്ധതി അനുസരണക്കേട് നിമിത്തം ആദമിൻ്റെ ജീവിതത്തിൽ റദ്ദാക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ആ പദ്ധതി തീർന്നപ്പോൾ, ലംഘിക്കപ്പെട്ടപ്പോൾ മറ്റൊരു വ്യവസ്ഥ, അതാണ് ഈ ഭൂമി. ഈ ഭൂമിയിൽ നിന്ന് വീണ്ടെടുപ്പ് എന്ന പദം നേരെ അർത്ഥവത്താക്കിയാൽ നമ്മൾ ഏതൻ വരെ ചെല്ലൂ. എന്താ കാര്യം? ഇതിന് മുകളിൽ നിന്ന് ഒരു ടെക്സ്റ്റ് ബുക്കോ ഒരു പേനയോ താഴെ വീണെന്ന് വിചാരിക്കുക, അതെടുത്ത് തിരിച്ചിവിടെ വെച്ചാൽ ഇതാണ് വീണ്ടെടുപ്പ്. പക്ഷേ ദൈവമക്കളുടെ വീണ്ടെടുപ്പ് ഏതന്യ ലോകത്തിലേക്കുള്ള തിരിച്ചുപോക്കല്ല, അതിനും അപ്പുറത്ത് ഒരു നിത്യത. തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യത മറ്റൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഈ നിത്യത ഏതനിൽ ഓപ്പൺ ചെയ്ത അവസ്ഥയ്ക്ക് ഇവിടെ പേരാണ് ശബത്ത്. ശബത്ത് ഒരു ശനിയാഴ്ച എന്നും പറഞ്ഞ് നമ്മളാരും കൂടുന്നതല്ല. ആ ശബത്തിൻ്റെ നിഴലിലാണ് ദൈവം ഒരു കൽപ്പന ജൂതന്മാർക്ക് കൊടുക്കുന്നത്. 7-ാം ദിവസത്തെ ദൈവം സ്വസ്ഥമായി ശുദ്ധിയായി സൂക്ഷിച്ചതുകൊണ്ട് മറ്റൊരു വേലയും ചെയ്യാതെ അന്ന് എന്നോടുള്ള സമ്പർക്കം പുലർത്തി നീ ഇരിക്കണം. സത്യത്തിൽ നമ്മൾ ഉൽപ്പത്തിൽ കണ്ട നിത്യത വരാനിരിക്കുന്ന അതേ നിത്യതയാണ്. കാരണം എന്താ? അത് ദൈവം റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. ഈ എബ്രായലേഖനം ഈ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, വചനം പറയുന്നത്, ദൈവജനത്തിന് ഒരു സ്വസ്ഥത, ഒരു ശബത്തനുഭവം അവശേഷിച്ചിരിക്കുന്നു. ആ സ്വസ്ഥത എന്താണ്? അത് ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ദൈവത്തിൻ്റെ മക്കളെ, വാസ്തവത്തിൽ ഇതൊരു വിശ്രമമല്ല. ആ വിശ്രമം എന്ന പദം യോജിക്കില്ല. കാരണം എന്താ? സ്വർഗം അലസമായ വിശ്രമത്തിൻ്റെ സ്ഥലമല്ല, വെറുതെ ഇരിക്കുന്ന സ്ഥലമല്ല, ഒരു പ്രസംഗം കഴിഞ്ഞ് നിങ്ങളെടുക്കുന്ന റെസ്റ്റ് അല്ല, അല്ലെങ്കിൽ ഒരു ജോലി കഴിഞ്ഞ് ഒരാൾ ഇരിക്കുന്ന അവസ്ഥയല്ല, ജോലിക്കിടയിൽ കഠിനാധ്വാനി എടുക്കുന്ന അല്പനിമിഷമല്ല, ഒരു ഉദ്യോഗസ്ഥൻ ഊണ് കഴിഞ്ഞ് അല്പനേരം എടുക്കുന്ന റെസ്റ്റ് അല്ല. അത്തരം റെസ്റ്റുകൾ ആവശ്യമില്ലാത്ത ഒരു ശരീരം അത് പിന്നെന്താ പറയാ? അത് മനോഹരമായൊരിടമാണ്. അതെന്തെന്ന് ഒരു ഉദാഹരണം വഴി പറയാം. വിദേശത്തായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവൻ, ഭർത്താവ്, പപ്പ, അപ്പൻ, അദ്ദേഹം വരിക, അവധിക്ക് വന്ന, അവധി എന്തിനുള്ള? റെസ്റ്റ് എടുക്കാൻ. നേരെ നെടുമ്പാശ്ശേരിയിലിറങ്ങി വീട്ടിൽ വരികയും ഉറക്കം തുടങ്ങുകയാണോ? അവധിയല്ലേ, ചുമ്മാ കിടക്കുകയാണോ? അല്ല, ആൾ ആക്റ്റീവാ. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തൻ്റെ വീട്ടിൽ തൻ്റെ ഭാര്യയ്ക്കും അപ്പനും അമ്മയ്ക്കും മക്കൾക്കുമൊപ്പമുള്ള സമയം മറ്റെല്ലാത്തിനും അവധി കൊടുത്തുകൊണ്ട് നിരന്തരം ഇടപഴകുക. ആ ഇടപഴകലിൻ്റെ സജീവ സ്ഥലമാണ് നിത്യത. ആരെ നമ്മൾ കാണുന്നേ? നമ്മുടെ വീണ്ടെടുപ്പുകാരനെ മുഖാമുഖം കണ്ട് ആ വീണ്ടെടുപ്പുകാരനെ തിരിച്ചറിഞ്ഞ് ആ മഹനീയമായ അനുഭവത്തിൽ നിത്യത യുഗായുഗങ്ങൾ ആ കർത്താവിനോടൊപ്പം കഴിയുന്ന അവസ്ഥാവിശേഷമാണ് ദൈവത്തിൻ്റെ ശബത്ത്. ഈ ശബത്തിൻ്റെ നിഴൽ മാത്രമായ ശബത്ത് മാറ്റി ഇന്ന് നമുക്ക് ദൈവം ഭൂമിയിൽ തന്നിരിക്കുന്ന ക്രമം മറ്റൊന്നാണ്. അത് ഞായറാഴ്ച ആരാധനയോ വെള്ളിയാഴ്ച ആരാധനയോ ശനിയാഴ്ച ആരാധനയോ ഒന്നും അല്ല. ആണോ? അല്ല. ഞായറാഴ്ച നമ്മുടെ വിശുദ്ധ സഭായോഗമാണ്. അതിൻ്റെ പരിശുദ്ധി വലുതാണ്. കാരണം നമ്മളെല്ലാം കൂടുന്ന സ്ഥലമാണ്. ഗൾഫിലുള്ള നമ്മുടെ സഹോദരങ്ങൾ കൂടുന്ന വെള്ളിയാഴ്ച, ഞായറാഴ്ച വർക്കിംഗ് ഡേയാ. UAE മാറ്റിയിട്ടുണ്ട്, വർക്കിംഗ് ഡേയാ. ആ വെള്ളിയാണ് അവർ കൂടുന്നതെന്ന് കരുതി ആരാധനയുടെ പരിശുദ്ധിക്ക് ഞായറാഴ്ച ആരാധിക്കുന്നതിനേക്കാൾ ഒരു കുറവും വരുന്നില്ല, ഒരു വ്യത്യാസവും വരുന്നില്ല, പവിത്രതയ്ക്ക് ഒരു കുറ്റവും വരുന്നില്ല. എന്നിരുന്നാലും എന്താണ് ഈ ആരാധന? ഒക്കെ അത് പറഞ്ഞ് പ്രാർത്ഥനയിലേക്ക് കിടക്കാം. സഹോദരേ, ഞാൻ ഒരു യൂത്ത് ക്യാമ്പിൽ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക.
അത് പ്രയറിനെ പറ്റിയാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ഒരു പ്രാർത്ഥനയെപ്പറ്റി ക്ലാസ് എടുക്കാൻ തക്ക യോഗ്യത ഉള്ള ആളല്ല ഞാൻ. എൻ്റെ കാരണം ഞാനൊരു പ്രയർ വാരിയർ അല്ല. ഈ പ്രയർ വാരിയർ അല്ല എന്ന് പറയുന്നത് ഒരു യോഗ്യതയായും പറഞ്ഞല്ല. പിന്നെന്താ, ഈ എൻ്റെ അറിവിൽ, ക്ഷമിക്കണം, ഏറ്റവും കുറച്ച് മാത്രം പ്രാർത്ഥിക്കുന്നൊരു വിഭാഗം ആളുകൾ പാസ്റ്റർമാരാണ്. അതിലേറ്റവും കുറവ് കൺവെൻഷൻ പ്രസംഗരാണ്. ഇടിവാവിച്ചനാണ്ടൊരു വെറുപ്പ് പോലെ. അതിന് ഞങ്ങൾക്കൊരു ന്യായീകരണമൊക്കെ ഉണ്ട്. അതാ ന്യായീകരണം എന്ന് പറയുന്നത്, ഞാനിന്ന് ഇവിടുന്ന് ഓടി വീട്ടിൽ ചെന്ന് അന്നെ ഡ്രൈവ് ചെയ്താ വരുന്നത്, അങ്ങനെ ചെന്ന് ഒരല്പം ചായയൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് കിടക്കുക. ആ കിടക്കുന്നിടയ്ക്ക് എങ്ങനെ ശരിക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുക? ഉണരുന്നത് ലേറ്റായിട്ടാ, കാരണം ക്ഷീണം, 2 മണിക്ക് കിടക്കില്ലേ. ആ ഉണരുന്ന ഞാൻ പ്രഭാത പ്രാർത്ഥന, ആ ഉണരുന്ന ഞാൻ അത് കഴിഞ്ഞ് ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു വന്നു, ഒരു പ്രാർത്ഥനയും വചനധ്യാനവും ഒക്കെ കഴിഞ്ഞ് പത്രം വായിച്ചു. അപ്പോൾ അടുത്ത യോഗത്തിന് പോവാ. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് തിരക്ക് കാരണം ഇതാണ് എൻ്റെ ന്യായീകരണം. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? റീസണബിൾ അല്ലേ ഞാൻ പറഞ്ഞേ? ഇതൊക്കെ ശരിയാണെങ്കിലും മോളിൽ നിന്നൊരു അപ്രൂവൽ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. ഇത് ന്യായമാണോ? മോളത്തെ അപ്രൂവൽ ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാത്തതൊരു പാപമാണ്. എന്തിനാ പ്രാർത്ഥിപ്പിക്കുന്നേ? പ്രാർത്ഥിച്ചില്ലെങ്കിൽ സൂര്യൻ ഉദിക്കും, സൂര്യൻ അസ്തമിക്കും, ഭൂമി ഇങ്ങനെ നിലനിൽക്കും, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നറിയണ്ടേ? ദൈവത്തിൻ്റെ വലിയ പദ്ധതിയിൽ എന്നെയും കൂടെ പങ്കാളിയാകാൻ വിളിക്കാവാ. എന്നിട്ട് കൂടെ ഈ വലയുടെ അറ്റത്ത് പിടിക്കുക, ഒരു പെരുത്ത മീൻകുട്ടം ഇതിനകത്തേക്ക് കടക്കുന്ന മിനിസ്ട്രിക്ക് നീയും ഇതിലൊന്ന് പിടിക്കുന്നത് നിന്റെ പ്രയോജനത്തിനാവാ. പിടിക്കുക, ഇങ്ങോട്ട് വാ. ഇതിനാ വിളിക്കുന്നേ. അനന്യാസി നീർവീഥി എന്ന തെരുവില് പൗലോസ് എന്ന പേരുള്ള ഒരാളുണ്ട്. കണ്ണ് കാണാൻ പറ്റില്ല, ചെല്ല് പ്രാർത്ഥിക്ക്. ഭയപ്പെട്ടിട്ട് അനന്യാസ് പറയാ, അയാൾ ഭീകരനാ കർത്താവേ. എന്നെ തന്നെ ഇതിനു മുമ്പും മുമ്പും നമ്മൾ ഈ അനന്യാസിനെ പിന്നെ കാണുന്നില്ല കാര്യമായിട്ട്. മറ്റവനെ കാണുന്നുണ്ട്, തല്ലിപ്പൊളി അല്ലേ, അതല്ലേ ഇതൊരു ദിവാസനാ. അനന്യാസേ, നീ അപ്പോസ്തലന്മാരിൽ പെട്ട ഒരാളല്ല, നീ പ്രസംഗകനോ ഒന്നുമല്ല. നീ ഇല്ലെങ്കിൽ മറ്റൊരാളെ അയച്ചോ, ഇനി ആരെ അയക്കാതെ എനിക്ക് പൗലോസിനെ വിടുവിക്കാം. പക്ഷെ നീ പ്രസംഗിച്ച സുവിശേഷത്തിൻ്റെ പവർ എന്താണെന്ന് ലോകമറിയാൻ നിന്റെ പക്കൽ ഞാൻ തരുന്ന ഇര എത്ര കരുത്തനെന്ന് തിരിച്ചറിയാനാ പ്രാർത്ഥിക്കുന്നേ. അതുകൊണ്ട് പ്രാർത്ഥിക്കാതെ പോയ എൻ്റെ ഓരോ ദിനങ്ങളും നഷ്ടബോധത്തിൻ്റെ ബാലൻസ് ഷീറ്റിൽ എഴുതി പിടിപ്പിക്കേണ്ടതാ. നമുക്ക് തിരിച്ചു വരാം. ഞാനിതേപ്പറ്റിയൊക്കെ ചോദിച്ചു, പ്രാർത്ഥനയുടെ ക്ലാസ് കൊടുത്തപ്പോൾ ഈ ചങ്ങാതി ഞാനീ പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഒരു ചങ്ങാതി എഴുന്നേറ്റ് ചോദിച്ചു, ഇതൊക്കെ പറഞ്ഞു ശരി, ഒരു ദിവസം നിങ്ങൾ എത്ര നേരം പ്രാർത്ഥിക്കും? ഞാൻ കേട്ട് അത് പേടിച്ചു പോയി. ഞാൻ ഈ സുബോധം വീണ്ടെടുത്തപ്പോൾ ഞാൻ അയാളുടെ ഒരു ചോദ്യം ചോദിച്ചു. വിവാഹിതനല്ലേ? അതെ. ഭാര്യയായിട്ട് പിണങ്ങി നിൽക്കല്ലേ? പുള്ളി നടുങ്ങിപ്പോയി. പുള്ളി പറഞ്ഞ അതെ. അതല്ലല്ലോ വിഷയം. ചോദിച്ച് അവന് പുള്ളിക്കാരി വീട്ടിൽ പോയല്ലേ? വീട്ടിലാ. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങളാരും പറയുന്ന പോലല്ല, എനിക്കും കൊണ്ട് അത്യാവശ്യം കൃപാവരമെന്ന്. ഇയാളെന്നോട് പറയാ, അങ്ങനെ പിണങ്ങിയൊന്നുമല്ല, ചെറിയൊരു സൗന്ദര്യപ്പിണക്കം, അങ്ങനെ വീട്ടിൽ പോയാൽ ഈ ക്യാമ്പ് തീരും മുമ്പ് അവൾ വരും. ഇന്നും വിളിച്ചെന്ന് കുഞ്ഞുമൊക്കെ ആയിട്ട് വരും. ആ കുറ്റമൊന്നുമല്ല, മനുഷ്യ ജീവിതമല്ലേ. അങ്ങനെയൊക്കെയാ അവർ വരുമല്ലോ, സന്തോഷം. എൻ്റെ ചോദ്യം മറ്റൊന്നാണേ, ഈ ഭാര്യയോടും മക്കളോടും ഒക്കെ സ്നേഹമുണ്ടോ സത്യത്തിൽ? അതുണ്ട്. ഉറപ്പാ? ഒരു ദിവസം എത്ര നേരം സ്നേഹിക്കുന്നേ? എത്ര മണിക്കൂറാ? പറയാൻ പറ്റുമോ? അയാൾ നിൽക്ക്, ഞാനൊരു ആത്മീയ സത്യ പറഞ്ഞേ. പ്രാർത്ഥനയും
ആരാധനയും ആത്മീയ ജീവിതവും അക്കാദമിക് സ്വഭാവമുള്ള പീരീഡുകൾ തിരിച്ചുള്ള ഏതോ ക്രമീകരണമല്ല. ഇതൊരു ലൈഫ് ലോങ് ബന്ധത്തിൻ്റെ പേരാ. ലൈഫ് ലോങ് ബന്ധം. ആ ബന്ധം ഒന്ന് വർക്കൗട്ട് ആകട്ടെ ഇന്ന് രാത്രി. ലൈഫ് ലോങ് ഒരു കണക്ഷനാ. ഹല്ലേലൂയ. ലൈഫ് ലോങ് നിലനിൽക്കേണ്ടതാ. ആ അപ്പോഴേ ഞാൻ ഈ പറഞ്ഞു വന്ന സത്യം എന്താണെന്നറിയണ്ടേ? ഇതിനാണ് നമുക്കൊരു സ്വസ്ഥത ദൈവം വെച്ചിരിക്കുന്ന വരാൻ. നമ്മുടെ സ്വർഗസ്ഥ പിതാവിന് നമ്മുടെ കരം പിടിച്ച് നടക്കണം, നമ്മുടെ കൂടെ ഇടപഴകണം. ഇതിലുമുണ്ടൊരു മർമ്മം. അത് പറഞ്ഞ് പ്രാർത്ഥിക്കുക സമയത്തും. പ്രിയരേ, സംഗതി ഇതൊക്കെ ആണെങ്കിലും നമുക്ക് ഈ അപ്പനോടൊത്തുള്ള കൂട്ടായ്മ സന്തോഷമാണോ? ആണോ? ആ, സത്യത്തിൽ സത്യമാണോ ഈ പറഞ്ഞേ? ഞാൻ പറയാം. ഞാനൊരു ദിവസം വീട്ടിൽ ഉണർന്ന് അല്പനേരം ഇരിക്കുന്നത് കണ്ടാൽ എൻ്റെ മകൻ ആദ്യം ഭാര്യയോട് ചോദിക്കുന്ന, പപ്പ ഇന്നെങ്ങും പോകുന്നില്ലെന്ന്. ഒരു പിണക്കവും ഇല്ല. അവന് ഡിഗ്രി സെക്കൻഡറി, ഇപ്പോഴും ഉമ്മയൊക്കെ തന്നാ വിട്ടെ ഞങ്ങൾക്ക്, അത്ര സ്നേഹമുള്ളനാ. പക്ഷെ ചോദ്യം, ഇന്നെങ്ങും പോകുന്നില്ലേ? എന്താ അതിൻ്റെ അർത്ഥം എന്നറിയണ്ടേ? നമ്മളൊന്ന് മാറിയെങ്കിലേ അവന് സ്വാതന്ത്ര്യമുള്ളൂ. ശരിയല്ലേ? അയ്യോ പപ്പ, അയ്യോ, ഞാനുണ്ടെങ്കിൽ അവൻ്റെ ഫ്രീഡം പോയി. ശരിയാണോ? അവനെ വിട്. നമ്മളൊക്കെ നമ്മുടെ അപ്പൻ്റെ മുമ്പിൽ അങ്ങനെ ആയിരുന്നു. സഹിക്കാൻ പാടല്ലേ? അപ്പനെ സഹിക്കാൻ പാടല്ലേ എന്ന്. പെമ്പിള്ളേർക്ക് അത്രയൊന്നുമില്ല. ആമ്പിള്ളേർ സഹിച്ചതൊക്കെ എന്താ? പാസുമാരുടെ മക്കളാണെങ്കിൽ പറയണ്ട. ചിരിക്കാനൊക്കത്തില്ല, കളിക്കാനൊക്കത്തില്ല, മിണ്ടാനൊക്കത്തില്ല. പ്രശ്നമാണ്, ഭയങ്കര പാട്. അടി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. എവിടെയോ അടുത്താലത്ത് പറഞ്ഞു, ഞങ്ങൾ 5 പേരിൽ ഇളയാളാണ്. മൂത്ത ജ്യേഷ്ഠൻ നമ്മളെ ഇങ്ങനെ വിടും എന്തോരും വാങ്ങാൻ, ദൂരേക്കല്ലേ കട. നമുക്ക് ആകെ ഒരു ആശ്വാസം, ആരോ കളഞ്ഞൊരു സൈക്കിളിൻ്റെ ടയറുണ്ട്, അത് ഒരു വടിയും കൊണ്ട് ഇങ്ങനെ തല്ലി, ആക്സിലേറ്ററും ഗിയറും എല്ലാം അതാ ഇങ്ങനെ പോവാം. മുഴുവൻ കൺട്രോള്, പവർ സ്റ്റിയറിങ്ങാ, അതിങ്ങനെ പോവാ. ഒരു കയ്യിൽ ഈ മണ്ണവണ്ണം വാങ്ങാനുള്ള സഞ്ചിയും പാത്രവും പാട്ടയൊക്കെ ഉണ്ട്. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇന്ന് ഇത്രയും ബുദ്ധിമുട്ടില്ല. അതാ പാട് കൺട്രോൾ ചെയ്യാൻ. ഇറക്കമൊക്കെ വിട്ടു പോകണം. ഇപ്പോൾ വണ്ടിക്ക് തേയ്മാനം വരരുത്, മറിഞ്ഞ് വീടരുത്. ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഓടിച്ച് പോകുമ്പോഴായിരിക്കും നമ്മളെ ചേട്ടൻ അങ്ങോട്ട് വിട്ട് അപ്പനെതിരെ വരുന്നു. ഒന്നും ചോദിക്കാതെ ഓടാൻ തിരിച്ചു ഓടാന്നാ പറയുന്നത്. തിരിച്ചു ചെല്ലുമ്പോൾ എന്തുവാടാ താമസിച്ചേ? നമ്മൾ പറയുന്ന വിവരണമൊന്നും അവർക്ക് കേൾക്കണ്ട. ഭയങ്കര സ്ട്രിക്റ്റാ. PTA വന്നാലോ നമ്മളിനിയും, ഞാനൊക്കെ ഒരു ശരാശരിക്ക് മോളിൽ പഠിക്കുന്ന ഒരാളായിരുന്നു. കെമിസ്ട്രിയിലൊക്കെ ഞാനൊരു ഉസ്താദായിരുന്നു പഠിക്കുന്ന കാലത്ത്. അപ്പോൾ എന്നാലും സാറിനെ വിളിച്ചിട്ട് പറയും, നല്ല തല്ല് കൊടുത്തേക്കണോ. ഇതെന്തിനാണെന്ന് എനിക്കിതുവരെയും പിടിയിട്ടിട്ടില്ല. നല്ല തല്ല്. പണ്ടൊക്കെ നമ്മുടെ തുടയിലൊരു തല്ലിൻ്റെ പാട് കിടന്നാൽ അപ്പനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷം. ഇന്നൊക്കെയാണെങ്കിൽ സാറകത്ത് പോവും അല്ലേ? FIR വരും, അധ്യാപകൻ കുട്ടിയെ ശിക്ഷിച്ചു. ചെറുക്കൻ്റെ പത്രസമ്മേളനമാണ് പിന്നെ കാണുന്നത്. സാറ് ചങ്ങലയൊക്കെ ധരിച്ച് ഇങ്ങനെ പോവാ പാത്താൻ. അങ്ങനെയൊക്കെയാണ് നമ്മുടെയൊക്കെ ആ കാലത്തായിരുന്നെങ്കിൽ എത്ര സാറുമാരകത്ത് കയറിയെന്നല്ലേ. നമ്മളിതെല്ലാം സഹിച്ചു. നമ്മളിതെല്ലാം സഹിക്കാൻ കാരണം സാറല്ല, നമ്മുടെ അപ്പൻ കൊടുത്ത ലൈസൻസ്. അത് വെച്ചാൽ ഈ തല്ലിയത്. അരിശം വന്നില്ലേ അപ്പൻ്റെ അടുത്ത്? പന്ത് കളി കണ്ടുകൊണ്ട് നിന്ന് പറഞ്ഞോ വീട്ടടി. PTA അപ്പൻ വരുന്നു എന്ന് കേട്ടാൽ നമ്മുടെ സകല ഗ്ലാമറും പോയി. അമ്മയുടെ കാല് പിടിക്കും, അമ്മ വാ, അപ്പനൊരു വരവാ. ആ, ഇങ്ങനൊക്കെ തല്ലി അപ്പനെ അന്ന് കണ്ടാൽ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിലും തിരിഞ്ഞിരുന്ന് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും വിരോധം അപ്പനോടുണ്ടോ? ഒരു വിരോധമില്ലെന്ന്. ഒരു വിരോധവും. 100% അപ്പനോട് സ്നേഹം, അപ്പൻ തല്ലിയ തല്ലിനോട് ബഹുമാനം. ശരിയാണോ? അല്ലേ? ആ, ശരിയല്ലേ? പെൺപിള്ളേർക്കൊക്കെ വേറെ ശിക്ഷ. അത് ഈ ഗ്ലാസ്സിൽ ചെളിയുണ്ട്, പാത്രം ശരിയായില്ല, അടുത്തൊക്കെ എടുത്തെറിയും.
പെണ്ണുങ്ങൾ ഇന്ന് കരയുക, പെൺപിള്ളേർക്ക് അമ്മ തല്ലുന്നതിനേക്കാൾ പ്രയാസം അപ്പൻ വഴക്ക് പറയുന്നത് അങ്ങനെയൊക്കെയാ. പക്ഷെ അപ്പനൊരു ഈഗോയുണ്ട്, ഇതൊന്നും തിരുത്തി പറയത്തില്ല. പച്ചവെള്ളം അവന് കൊടുത്തേക്കരുത്, ആഹാരം കൊടുത്തേക്കരുത്. ഒരു കാര്യം, നിങ്ങൾ ഉണ്ണുന്നുണ്ടോ എന്ന് ഉറപ്പാക്കിയിട്ടേ അപ്പൻ കഴിക്കൂ, അല്ല ഇറങ്ങില്ല. ഹല്ലേലൂയ. ആ, നിങ്ങൾ ജയിച്ചെന്നൊന്നിന്ന് പറഞ്ഞ അപ്പന് വലിയ സന്തോഷമൊന്നും ഇല്ല. ആ ജയിച്ചു, ഓക്കെ, ആ തീർന്നു. പക്ഷെ അപ്പം നാട്ടിൽ ചായക്കടയിലേ ആൾക്കാരോടൊക്കെ നിന്നെപ്പറ്റി പറഞ്ഞതൊക്കെ എന്തൊക്കെയായിരുന്നു, നിനക്ക് വേണ്ടിയാ സംസാരിച്ചേ, അകത്ത് വലിയ പ്രകടനമില്ല. പല ആവർത്തി വന്നു പറഞ്ഞു അത് വേണം ഇത് വേണം യൂണിഫോം വേണം, കേട്ട ഭാവമില്ല. അമ്മ പറഞ്ഞു കേട്ടില്ലേ. എടാ നീ എപ്പോൾ പറഞ്ഞോ അപ്പോഴേ സോഫ്റ്റ്വെയർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൻ. ഇത് കഴിഞ്ഞുള്ളൂ, ഇതെല്ലാം കഴിഞ്ഞ അപ്പൻ ഇതെല്ലാം കൊണ്ടൊരു വരവാ നിനക്കുള്ള. അത് കാണുന്നതിൻ്റെ അന്ന് നിൻ്റെ ഒരു ആഘോഷമില്ലേ? അന്നത്തെ അപ്പനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സിറ്റ് ഔട്ടിലെ പഴയ ഇളന്തിണ്ണയ്ക്ക് കട്ടൻ ചായ കുടിച്ച് വീർത്ത് കുളിച്ച് വാഴക്കറ പുരണ്ട ഷർട്ട് വിട്ട് കുത്തിപ്പിടിച്ചൊരു ഇരിപ്പ. ഇതാണപ്പൻ. എനിക്ക് വെടിപ്പുള്ള യൂണിഫോം തരാൻ വേണ്ടി നിരവധി വസ്ത്രം വേണ്ടെന്ന് വെച്ചവൻ, എനിക്ക് രുചികരമായ ഭക്ഷണം തരാൻ വേണ്ടി മധുരമിട്ട ചായ ഒഴിവാക്കിയവൻ, ഇതാണപ്പൻ. പക്ഷെ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചത് അപ്പനൊരു ക്രൂരൻ, അപ്പൻ എൻ്റെ അഭിമാനം മുഴുവൻ നശിപ്പിച്ചവൻ, അപ്പൻ എനിക്ക് ക്ഷതം വരുത്തിയവൻ. ഇതാ മനുഷ്യരാശി ഇന്നും പിതാവിനെ കുറിച്ച് ധരിച്ചു വെച്ചത്. അവൻ ക്രൂരനല്ല, അവൻ സ്നേഹനിധിയാ, അവൻ സർവശക്തനാ. അകന്നുപോയ മനുഷ്യരാശിയുടെ ഇന്നത്തെ ചിന്ത എന്താ? അവൻ ക്രൂരനാ, കൊല്ലുന്നവനാ, തകർക്കുന്നവനാ. അല്ലല്ലല്ല, അവൻ സ്നേഹിക്കുന്ന ദൈവ സ്നേഹമാണവൻ. പക്ഷെ ബഹുമാനത്തിൻ്റെ ആധിക്യം കൊണ്ടേ അപ്പൻ്റെ സ്നേഹം അങ്ങോട്ട് ആസ്വദിക്കാൻ വയ്യ. ശരിയല്ലേ? ആ, കൊച്ചു പിള്ളേരെല്ലാം കേട്ടോണം മക്കളെ. സ്കൂളിൽ നിന്നൊരു ടൂർ പ്രോഗ്രാം ഓപ്പറേറ്റ് ചെയ്താൽ ആദ്യം തിരക്കേണ്ട പ്രിൻസിപ്പിൾ വരുന്നുണ്ടോന്ന്. അതുകൊണ്ടേ പോലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റാവരും ഇയാൾ കാരണം. ഐസ്ക്രീം കഴിയാൻ വയ്യ, ഇരിക്കാൻ വയ്യ, ചിരിക്കാൻ വയ്യ, ബലൂൺ മേടിക്കാം, ആകെ പ്രശ്നമാണ്. ക്യൂ നിൽക്കണം. സ്നേഹമില്ലാഞ്ഞിട്ടല്ലെന്നേ, സ്നേഹം കൂടുതൽ കൊണ്ടാണ് പ്രിൻസിപ്പൾ ഈ പറയുന്നേ. പക്ഷെ നമുക്ക് ബഹുമാന നിമിത്തം സ്നേഹമില്ല. മറ്റൊരളവിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. സംഭവിക്കാത്ത കാര്യ. സ്വർഗപിതാവ് എന്നീ യോഗത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇങ്ങ് വന്നു, അല്ലെ വരുമെന്ന് പറഞ്ഞാൽ നിങ്ങളാലും വഴി ഇവിടെ ഞാൻ വന്നെന്താ പ്രസംഗിക്കാതിരിക്കുന്നു? അതിനുള്ള ആക്കം പോരാ നമുക്ക്, ശരിയല്ലേ? സ്വർഗപിതാവ് ഇന്ന് വീട്ടിൽ വരുമെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. ഭയം. ടി വി കാണാൻ വയ്യ, പത്രം വായിക്കാൻ വയ്യ, പ്രസംഗം വിലയിരുത്താൻ വയ്യ, പാട്ടുപാടാൻ വയ്യ, എൻ്റെ പ്രൈവസി മുഴുവൻ പോയെന്ന് ഭയം. തിരിച്ചൊരു ചോദ്യം, യേശു കർത്താവ് വരിക കൂടെ എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നമുണ്ടോ? എന്തിനാ ത്രിയേകത്വം എന്ന് മനസ്സിലായില്ലേ? ഇതിനാ ത്രിയേകത്വം. ഇവിടെ കിട്ടുന്നുണ്ടോ? യേശുവുമായി പോകാൻ വയ്യാത്തൊരു സ്ഥലവും ഭക്തന്റെ ജീവിതത്തിലില്ല. എവരി പ്രൈവസി, ഈച്ച് ആൻഡ് എവരി പ്രൈവസി ഓഫ് ലൈഫ് നമ്മുടെ കർത്താവ് കൂടെ വരുന്ന സന്തത സഹചാരി, സ്നേഹമുള്ളവൻ. ഇനി നമ്മുടെ അപ്പന് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, സ്നേഹം ഞാനെന്ന് പറഞ്ഞുതരാം. നമ്മളെ ഹയർ സ്റ്റഡിക്കോ അതല്ലെങ്കിൽ ജോലിക്കോ വിദേശത്ത് പോകാൻ വേണ്ടി എയർപോർട്ടിൽ ചെന്നു. അപ്പനൊന്നും ആ പഴയ ഷർട്ടിന് അല്ലേ അതിനപ്പുറത്ത് അങ്ങേറ്റം പോയാൽ ഒരു തോർത്ത് പോലും സാധനം ദേഹത്തിട്ടുണ്ട്, അതിനപ്പുറത്ത് അലങ്കാരമൊന്നുമില്ല. അത് കൂടിയ വസ്ത്രം അപ്പൻ്റെ. അമ്മ പറഞ്ഞു സൂക്ഷിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അനിയത്തി പറഞ്ഞു, ചേട്ടൻ പറഞ്ഞു, അവനും കരച്ചിൽ വരുന്നുണ്ട്. അപ്പൻ പറഞ്ഞു കുഞ്ഞിനെ കരയിപ്പിച്ചൊന്നും വിടണ്ട, അവൻ ദൂരെയൊന്നും പോയില്ലല്ലോ, കരയരുത്, ഒറ്റയെണ്ണം. എങ്കിലും പിരിയാൻ നേരം അമ്മ കരഞ്ഞു. മോനെന്ന് തലോടിയിട്ട് പറഞ്ഞു കരയാതെ. ചേച്ചി കരഞ്ഞു. കരയാതെ ഒരാൾ നിൽപ്പുണ്ട് അപ്പൻ. അത് നമുക്ക് ദൈവം പ്രകൃതിദത്തമായി തന്നൊരു കഴിവ്. അവളൊന്നും കരയത്തില്ല. എന്നാലേ
അപ്പൻ്റെ കൺമുമ്പിൽ നിന്ന് കൺമറഞ്ഞ് മറഞ്ഞ് മറഞ്ഞ് ട്രോളിയിൽ കയറ്റി സാധനമായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ കൺമറയാൻ തുടങ്ങുമ്പോൾ ചുമ്മാ അതൊന്ന് തിരിഞ്ഞു നോക്കണം. തോളിക്കിടക്കുന്ന തോർത്തുകൊണ്ട് ഒരു തുള്ളി കണ്ണീരൊപ്പുന്ന കാണാൻ. ഇത്രേ ഉള്ളൂ, തീർന്നു. ആ ഒരു തുള്ളി കണ്ണീരിൽ ഒരു പുരുഷായുസിൻ്റെ മുഴുവൻ ശക്തി നിറഞ്ഞിരിപ്പുണ്ട്. ഇതാണ് അപ്പൻ. സ്വർഗസ്ഥ പിതാവും മനുഷ്യരാശിയെ ഇങ്ങനെ സ്നേഹിച്ചു. ആ സ്നേഹം മനസ്സിലാക്കാത്ത മനുഷ്യരാശി തകർന്നപ്പോൾ തൻ്റെ ജനത്തെ വീണ്ടെടുക്കാൻ പുത്രനെ ലോകത്തിലേക്ക് അയച്ചിട്ട് പറയാ, വാ, നമ്മൾ ചെന്നെങ്കിലേ സ്വർഗസ്ഥ പിതാവിന് സംതൃപ്തിയുള്ളൂ. അപ്പനെ കാണാൻ നിങ്ങളൊന്ന് ചെന്നേ. നിങ്ങൾ ചെല്ലുമ്പോൾ അപ്പൻ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. അവൻ ദൂതന്മാരിലല്ല ആനന്ദിക്കുന്നത്, സൃഷ്ടിയിലല്ല ആനന്ദിക്കുന്നത്, തൻ്റെ കരം കൊണ്ട് മെനഞ്ഞ നമ്മിൽ ആനന്ദിക്കുന്ന ആ ദൈവം നമ്മളെ വിളിക്കുക. വാ, ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുക, നിങ്ങളിങ്ങോട്ട് വാ. അങ്ങനെ നമ്മോടൊപ്പം സമയം ചിലവഴിക്കാൻ ദൈവം കണ്ടെത്തിയ ആ പദ്ധതിയുടെ പേരാ സ്വസ്ഥത. അതിനെ യാഥാർത്ഥ്യമാക്കാൻ കാലത്തിൻ്റെ സമ്പൂർണതയിൽ പിതാവ് നമുക്ക് വേണ്ടി അയച്ച വാഗ്ദത്തത്തിൻ്റെ പേരാ പുത്രൻ. ആ പുത്രൻ നമുക്കായി ചോരചൊരിഞ്ഞ് നമ്മെ വീണ്ടെടുത്തപ്പോൾ അത് കണ്ട് യോഹന്നാൻ പറയുക, കാൺമീൻ, ഞാൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നു. ആ നൽകപ്പെട്ട സ്നേഹത്തിൻ്റെ ആഴത്തിലിറങ്ങി നമുക്കവനെ അനുധാവനം ചെയ്യുവാൻ ഈ രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കനിയട്ടെ. എല്ലാ കണ്ണുകളടച്ചട്ടെ, ഒരു വേള പ്രാർത്ഥിച്ചട്ടെ. മഹത്തായ ക്രിസ്തീയ സ്നേഹത്തിൻ്റെ ആഴം സ്പർശിക്കാം, ആ നിത്യത കരഗതമാക്കാം. ദൈവത്തിൻ്റെ വിശ്രാമം, കർത്താവിനോടൊത്തുള്ള നിതാന്തമായ ആ ജീവിതം, ആ മണ്ഡലം കരഗതമാക്കാൻ. സ്വന്തം വീട്ടിൽ ചെന്ന് അപ്പനെ അമ്മയെ കാണുമ്പോൾ നിങ്ങൾ ആസ്വദിക്കുന്നൊരു സന്തോഷമില്ലേ? ആ സന്തോഷത്തിൻ്റെ സുഖശീതളിമയിലേക്ക് ഒന്ന് തിരികെ പ്രവേശിക്കാൻ അവിടെ ഉണർവുണ്ട്, അവിടെ ഉന്മേഷമുണ്ട്, അവിടെ ശക്തിയുണ്ട്, അവിടെ പരിശുദ്ധാത്മ സാന്നിധ്യമുണ്ട്. ആർക്ക് വേണം ഇന്ന് രാത്രി ഇത് കൂടാതെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കും വേണം ആ ദൈവകൃപ. എനിക്കും ചേരണം ആ കാന്തനോടൊത്ത്, എനിക്കും ആസ്വദിക്കണം ആ നിത്യത. അത് നമ്മിലാർക്കും ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ ഭയപ്പെടുക. നമുക്ക് ഭയത്തോടെ വിറകിലൂടെ ആ പിതൃസന്നിധിയിൽ തിരിച്ചല്ല. സ്നേഹമുള്ള ഈ പിതാവ് നമുക്ക് വേണ്ടി കരുതുന്നു. പുത്രനെ അയച്ചവൻ തന്ന ആ വീണ്ടെടുപ്പിൻ പ്രക്രിയയിൽ അഭിരമിക്കാൻ നമുക്കൊരു വേള അടുത്തിയല്ല. കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശാന്തമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ശൈലിത സഹോദരങ്ങളെ, ഉള്ളിൻ്റെ ഉള്ളത്തിൽ ഒരു മടങ്ങി വരവിൻ്റെ ആ പിതാവിനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരാഹ്വാനത്തിൻ്റെ ദൂത് സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അവർ മാത്രം ഒരു സമർപ്പണം ചെയ്യണേ. അവർ മാത്രം, എല്ലാവരോടുമല്ല. ആത്മശക്തി, ആത്മനിയോഗം ആ വചനത്തിലേക്ക് എനിക്ക് തിരിച്ചൊന്ന് തൊടണം. എൻ്റെ പിതാവിനോട് ചേർന്ന് നടക്കണം. ആ അവബോധം ഒരു ദൂതായി ഹൃദയത്തിൽ സ്പർശിച്ചവർ മാത്രം കരമുയർത്തിയട്ടെ. ഒരു വേള ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. ചില സഹോദരങ്ങൾ കരമുയർത്തി, ചില പ്രിയപ്പെട്ടവർ കരമുയർത്തി. അതിൽ യൗവനക്കാരേറെയുണ്ട്. കരങ്ങളെ താഴ്ത്തിയിടണം. ഹൃദയത്തിൻ്റെ ഉള്ളിൽ പ്രകാശിക്കപ്പെട്ട ദൂത് ഒരനുഭവമായി നമുക്ക് തിരികെ ലഭിക്കാം. ആ സ്വസ്ഥത നമുക്ക് തിരികെ ലഭിക്കാം. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനെ, തിരുസന്നിധിക്കായ സ്തോത്രം, തിരുകൃപയ്ക്കായ സ്തോത്രം. കേൾക്കപ്പെട്ട വചനം ഞങ്ങൾക്ക് വിടുതലാക്കണമേ. വചനം രോഗശാന്തിയാക്കണമേ. നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയാക്കണമേ. ദൈവജനത്തിന് ശേഷിപ്പിച്ച സ്വസ്ഥതയിൻ വഴിയിലൂടെ ഞങ്ങളങ്ങെ കണ്ട് അങ്ങേക്കായി കാത്തിരിക്കാൻ കൃപ ചെയ്യണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വേറിയ നാമത്തിൽ തന്നെ എല്ലാവർക്കും വന്ദനം. കർത്താവ് വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.